ജനുവരി മാസം അകമലരിൻ അലരണിയും ശുഭമയമാം സുദിനം അവ്യക്തഭാവതൻ സ്നേഹമാധുര്യം നിറഞ്ഞു നിൽക്കും സുദിനം 18-ാം ശുഭദിനം ജനുവരിയിലെ സ്മൃതി ദിനം. ഓം ശാന്തി. നമ്മളെല്ലാവരും ബാബേൻ്റെ കുട്ടിയൊക്കെ ഈ ജനുവരി മാസം വരുന്നപാട് 2 സ്മൃതികളാണ് വരാറില്ലേ. ആദ്യത്തെ സ്മൃതി എന്താണ്? ഹാപ്പി ന്യൂ ഇയർ. പക്ഷെ ഹാപ്പി ന്യൂ ഇയർ മാത്രമല്ല, എല്ലാ വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന സ്മൃതി നമ്മൾ ഹാപ്പി ന്യൂ ഇയർന്ന് ഹാപ്പി സത്യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അല്ലേ? യെസ്. പുറത്തുള്ള ആൾക്കാർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുന്ന മാത്രമേ ഉള്ളൂ, പക്ഷെ അവരുടെ മനസ്സിൽ ഹാപ്പിനെസ് ഇല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് അവരുടെ മനസ്സിൽ എന്താ വരുന്നത്? ആദ്യത്തെ വർഷം കൊറോണ ആയിരുന്നു, 2ാമത്തെ വർഷം ഡെൽറ്റ ആയിരുന്നു, ഈ പ്രാവശ്യം എന്താണ്? ഒമിക്രോൺ ആണ്. ഇനി അടുത്ത പ്രാവശ്യം എന്താണ് വരാൻ പോകുന്നത് നമുക്ക് യാതൊരു പിടുത്തില്ല. പക്ഷെ നമ്മളെല്ലാ ബാബേൻ്റെ കുട്ടികൾക്ക് ഈ ഹാപ്പി സത്യുഗത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള വളരെ ഉറപ്പ് മനസ്സുണ്ട്. 2ാമത്തെ സ്മൃതി നമ്മുടെ ബാബേൻ്റെ കുട്ടിയൊക്കെ വരുന്നത് അതാണ് ബ്രഹ്മബാബേൻ്റെ വൈബ്രേഷൻസ്. ബ്രഹ്മബാബ എന്ത് പുരുഷാർത്ഥമാ ചെയ്തത്? അവരെങ്ങനെയാണ് സമ്പന്നം സമ്പൂർണ്ണായത്? അവരെങ്ങനെയാണ് ഹാപ്പി സത്യുഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് അവർ പുരുഷാർത്ഥം ചെയ്തത്? അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറേ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു വർഷത്തിന് നല്ലൊരു തുടക്കമാണ്, റൈറ്റ്? ശരിക്കും പറഞ്ഞാൽ ശിവ് ബാബ ജ്ഞാനസൂര്യൻ ബ്രഹ്മബാബക്ക് തന്ന നോളേജ്, അതേ നോളേജും നമുക്കും തന്നിട്ടുണ്ട്. സഹജമായ രാജയോഗം, നോളേജ്, ജ്ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഈ നോളേജിന്റെ 4 സിമ്പിൾ കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. അതേ നോളേജ് ബാബക്കും കൊടുത്തിട്ടുണ്ട്, അതേ നോളേജ് നമുക്കും തന്നിട്ടുണ്ട്. കഴിഞ്ഞ 85 വർഷമായിട്ട് 85 ഇയേഴ്സ് ഇതേ നോളേജാണ് ബാബ നമുക്ക് എല്ലാ ദിവസവും തരുന്നത്. ആ നോളേജിന് 4 കമ്പോണൻസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് A, B, C and D. ഇത് സിമ്പിൾ 4 കമ്പോണൻസ്. A ഫോർ, കുറിച്ച് പറയാം, A ഫോർ ആത്മ. വെരി ഗുഡ്. അപ്പൊ ബാബ് സമാൻ ആവാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെയാണ്. B ഫോർ, അരെ വാ, സെക്കൻഡ് സ്റ്റെപ്പ് ഓക്കെ. തേർഡ് സ്റ്റെപ്പ് C ഫോർ കണക്ഷൻ, 3ാമത്തെ സ്റ്റെപ്പായി. D ഫോർ ഡ്രാമ. ആയല്ലോ, നമ്മളെല്ലാവരും ബാബ് സമാൻ ആയല്ലോ. 4 സ്റ്റെപ്പ്. A, B, C and D. A for Atma, B for Baba, C for connection, D for drama. E for E for അച്ഛാ, പിന്നെ ABCD എന്താ നടന്നത്? E means end. അതിനപ്പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. E is ending. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മബാബ എന്താ പുരുഷാർത്ഥം ചെയ്തത്? ഈ ABCDനെ അവരവരുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാബ. ആ ഒരു മെഹനത്ത്, ആ ഒരു പുരുഷാർത്ഥമാണ് ബാബ ചെയ്തത്. ലൈഫിൽ അത് പ്രാക്ടിക്കലായിട്ട് അവർ കൊണ്ടുവരാൻ പറ്റി അവർക്ക്. അതിനു വേണ്ടിയിട്ട് E ഫോർ എൻഡിങ്. എങ്ങനെയാ ബാബ ആ എൻഡ് അവസ്ഥയിൽ എത്തിയത്? E ഫോർ the 8 powers of the self. അഷ്ടശക്തികൾ.
അതുകൊണ്ട് നമ്മുടെ ബച്പന്റെ ദിൻ, നമ്മുടെ ചെറുപ്പകാലം നമ്മൾ ഓർക്കണം. നോളേജിൽ വന്ന സമയത്ത് ആദ്യത്തെ ദിവസം നമ്മൾ പോയപാട് ആത്മന്റെ പരിചയം കൊടുത്തു, ബാബന്റെ പരിചയം കൊടുത്തു. പിന്നെ മെല്ലനെ ഡ്രാമന്റെ യുഗങ്ങളും ജന്മങ്ങളുടെ പറ്റി പറഞ്ഞു. പിന്നെ കണക്ഷൻ എങ്ങനെയാ ബാബിന്റെ അടുത്ത് വെക്കുന്ന രാജയോഗം. അപ്പൊ ഈ മൊത്തം രാജയോഗന്റെ കോഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ദ 8 പവേഴ്സ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിന്റെ മെയിൻ പോയിന്റ്സ് ആണ് അവർ സമ്മറൈസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ടീച്ചർ എപ്പം പറയണേ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതന്നെ നിങ്ങൾ ഈ ഒരു സമ്മറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മൊത്തം ആ ചാപ്റ്റർ അല്ലെങ്കിൽ പുസ്തകം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞില്ല ഒരു ഇതാണ്. അതേമാതിരി ABCDന്റെ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് ദ 8 പവേഴ്സ്, അഷ്ടശക്തികൾ. എക്സാമിൽ വരുന്ന ഇത് തന്നെയാണ്. ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ABCDനെ അപ്ലൈ ചെയ്യുന്ന അതിനനുസരിച്ചാണ് മാർക്ക് കിട്ടുക. നമ്മുടെ എല്ലാ ആത്മാക്കളുടെ പല സിറ്റുവേഷൻസ് ആവാം, പല ചലഞ്ചസ് നമുക്ക് എല്ലാവർക്കും ആവാം. ഏക് നാമിലെ ആത്മാ ദുസ്രേ സെ, അതേമാതിരി ഒരു ആത്മാവിന്റെ എക്സാംസ് ആയിരിക്കില്ല മറ്റേ ആത്മാ ഫേസ് ചെയ്യുന്ന എക്സാംസ്. പക്ഷെ ടെക്നോളജി സെയിം ആണ്. അതാണ് ഈ ആത്മാ ബാബ കണക്ഷൻ ഡ്രാമന്റെ ആ നോളേജ് നമ്മൾ അഷ്ടശക്തികളിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റണം. ആ പുരുഷാർത്ഥമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം, എല്ലാവരും നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? ആ 8 പവേഴ്സ് ടിം ആയിട്ട് ഒന്ന് എഴുതിയാട്ടെ. അഷ്ടശക്തികൾ എന്തൊക്കെയാണോ ഒന്ന് എഴുതിയാട്ടെ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് നോക്കാമേ. ഇതൊക്കെ ഓപ്പൺ ബുക്ക് എക്സാം ആണ് നമുക്ക്. പിന്നെ അപ്പുറത്തിപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ അവിടെയും അഷ്ടശക്തികൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നോക്കിയിട്ട് എഴുതാം. പക്ഷെ ആദ്യം സ്വന്തം നോക്കണം, അഷ്ടശക്തികൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട്. 8 പവേഴ്സ് അത് ഹിന്ദിയിൽ വേണമെങ്കിൽ എഴുതാം, മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം, ഓക്കെ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ എഴുതാം. എത്ര പേരുടെ 8 പവേഴ്സ് ആയി? അവരെന്ന് കൈ പൊക്കിയാട്ടെ. ഓക്കെ, ടേക്ക് യുവർ ടൈം. ആദ്യം സ്വന്തം എത്ര എഴുതാൻ പറ്റും അത് നോക്കണം. എട്ട് സെക്കൻഡ് വേണോ, 8 മിനിറ്റ് വേണോ, അല്ല 8 മണിക്കൂർ വേണം, 8 ദിവസം വേണോ? എത്ര പേരുടെ 8 പവേഴ്സ് ആയി? കൈ പൊക്കിയേ. വെരി ഗുഡ്, നല്ല കുട്ടികളാണല്ലോ. 2 പേര് ബാബ് സമാനായി. ഓക്കെ, നോ പ്രോബ്ലം. എത്ര പേർക്ക് 8 കിട്ടി? കൈ പൊക്കിയേ. ഓക്കെ, 1 2 3 ത്രിമൂർത്തി. 7 പവേഴ്സ് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? അവരൊന്ന് കൈ പൊക്കിയേ. 7 കൈ പൊക്കെ, ഫുൾ ആയിട്ട് കൈ പൊക്കെ. 7 വെരി ഗുഡ്. 6 കുഴപ്പമില്ല, ആറ് ഓർമ്മ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. കൈ പൊക്കെ, ഫുൾ ആയിട്ട് കൈ പൊക്കെ. ഓക്കെ, 5 5 ശക്തികൾ, വെരി ഗുഡ്. 4 ഫുൾ ആയിട്ട് കൈ പൊക്കെ. 4 ചിലവർ മാസ്ക് ഇട്ടിട്ടും ചിരിയൊക്കെ വരുന്നുണ്ടേ. കുഴപ്പമില്ല, 50% ആയി. പിന്നെ 3 എത്ര പേർക്ക് 3 ശക്തികൾ ഓർമ്മയുണ്ട്? അവരൊന്ന് കൈപ്പൊക്കെ. കൈപ്പൊക്ക്. മാസ്ക് ഇട്ടുകൊണ്ട് ആരാണ് മനസ്സിലാവുന്നില്ല സ്വാമി ബൈക്ക്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 2 ശക്തികൾ. 1 എത്ര പേര് ഇതുവരെ തീരെ കൈപ്പൊക്കിയിട്ടില്ല? അവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. കൈപ്പൊക്ക്. കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്മൃതി. ഈ അഷ്ടശക്തികൾ ഓർമ്മ വരണം. ഓക്കെ, നീ ഇപ്പൊ അഷ്ടശക്തികളില്
എത്ര പേർക്ക് 8 ഓർമ്മയുണ്ടായിരുന്നു? അവരൊന്ന് കൈപ്പൊക്കെ. 3 പേരുണ്ടായിരുന്നു, 3-4 പേരുണ്ടായിരുന്നു. ആ, അഷ്ടശക്തികൾ ഓർമ്മയുണ്ടായിരുന്നു. കറക്റ്റ്. ആ, അപ്പം ആരെങ്കിലും ഒന്ന് എണീച്ചിട്ട് അഷ്ടശക്തികൾ ഒന്ന് വായിക്കുവോ? ഒന്ന് വായിച്ചേട്ടെ ആരെങ്കിലും. എനിവൺ ഒന്ന് വായിക്കി. ആ, ടീച്ചർ വായിക്കുക. ആ, ഓക്കെ. പറയും. എന്ത്? ആ, മലയാളത്തിൽ പറഞ്ഞോളൂ. ആ, തുടങ്ങുന്ന എന്തിനു? സഹനശക്തി വെച്ചിട്ടാണ്. ആ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ഓക്കെ. ആ, ഓക്കെ, ഓക്കെ. ആറാമത്തെ എന്താണ്? സഹകരണം. ആ, കോപ്പറേഷൻ. ഓക്കെ. ആ, ഒന്ന് കൈയടിച്ചാട്ടെ. വെരി ഗുഡ്. ടീച്ചർ ഭാവസമാനായി. വെരി ഗുഡ്. അറ്റ്ലീസ്റ്റ് അഷ്ടശക്തികൾ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ 8 പവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർമ്മ വെക്കേണ്ടത്. അപ്പൊ ഈ ഓർമ്മ എങ്ങനെ വെക്കുക? വളരെ സിമ്പിൾ ആണ്. ഈ അഷ്ടശക്തികള് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ മാത്രമല്ല, അതിന് ശരിയായൊരു ഓർഡർ ഉണ്ട്. എവിടെയാണ് തുടങ്ങുന്നത്? സഹൻ ശക്തി വെച്ചിട്ട് തുടങ്ങുവാണോ? അല്ല, എവിടെ വെച്ചിട്ടാ തുടങ്ങുന്നത്? എവിടെ വെച്ചിട്ട് അത് എൻഡ് ചെയ്യുന്നത്? അതിന് ശരിയായ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പം ബാബ പറയാറുണ്ടല്ലോ, ഇപ്പം ബാബന്റെ ഒരു നല്ലൊരു മഹാവാക്യുണ്ട്, വിധി സേ സിദ്ധി. അപ്പൊ ബാബ് സമാനായ ഒരു സിദ്ധിയാണ് ബ്രഹ്മബാബക്ക്. അപ്പൊ അവര് ഒരു പെർട്ടിക്കുലർ ആ പ്രോസസ്സിനെ അവർ ഫോളോ ചെയ്തു, ആ വിധിനെ അവർ ഫോളോ ചെയ്തു. അതേ സെയിം പ്രോസസ്സ് ഞാനും നിങ്ങളൊക്കെ ചെയ്താൽ we can also inch towards becoming ബാബ് സമാൻ. ഈ അഷ്ടശക്തികളില് ശരിക്കും പറഞ്ഞാൽ ABCD ഉണ്ട്. A for Atma, B for Baba, C for connection, D for drama. വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് നേരത്തെ പറഞ്ഞ മാതിരി മൊത്തം ചാപ്റ്റർ അല്ലെ മൊത്തം പുസ്തകത്തിന്റെ സമ്മറിയാണ് ലാസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ബാബ 85 വർഷമായിട്ട് പഠിപ്പിക്കുന്ന 8 പവേഴ്സ് ആണ്. അപ്പൊ അതിൽ ABCD ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും. അപ്പൊ ഇത് അഷ്ടശക്തികൾ ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ ആയ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇനിയിപ്പം ജാനുവരി 2023 സ്വാമിഭായ് ഇവിടെ ഇരുന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അഷ്ടശക്തികൾ അറ്റ്ലീസ്റ്റ് ഓർമ്മ വെക്കണം. ഓക്കെ, കുറച്ചത് പ്രാക്ടീസും ചെയ്യണേ. എത്ര പേർക്ക് ബാബ് സമാൻ ആവാൻ ആഗ്രഹമുണ്ട്? അവരൊന്ന് കൈ പൊക്കിയാട്ടെ. ആ, നല്ല വിധ. അപ്പൊ കൈയൊക്കെ പൊക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഈ 8 പവേഴ്സ് ഓർമ്മ വെക്കണം. എങ്ങനെയാ ഓർമ്മ വെക്കുക? എന്ത് ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട്? യോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം മനസ്സും ബുദ്ധിയാണ്. മനസ്സ് സങ്കല്പം ചെയ്യേണ്ട ഒരു ശക്തിയാണ്. ബുദ്ധി അതിന് ചിത്രം ഉണ്ടാക്കും. ഒരു ചിത്രം മറ്റേ ചിത്രം തമ്മിൽ ഒരു കണക്ഷൻ ആക്കിയാൽ, ഒരു യോഗം ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഓർമ്മ വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഇത് 8 പവേഴ്സ് ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ നമുക്ക് നോക്കാം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ഞാൻ കണ്ടത് ഒരു ആമേനാണ്. ആ ആമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ആമേനെ ഞാൻ ഒരു സൂട്ട് കേസിൽ പിടിച്ചു വെച്ചു. അത് വെച്ച് നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് സ്വാമിഭായിക്ക് ഭയങ്കര വിശപ്പ്. അപ്പൊ ഒരു മരത്തില് മാങ്ങ ഉണ്ടായിരുന്നു. ആ മാങ്ങ എടുത്തിട്ട് ഞാൻ കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും പുഴയിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു നദിയിലേക്ക് പോയി, അല്ലെങ്കിൽ സാഗരത്തിലേക്ക് പോയി. കറക്റ്റ്. വഴിയിൽ നടക്കുമ്പോൾ നമ്മൾ എന്താ കണ്ടത്? കുറച്ച് ഒച്ചത്ത് പറ. ഒച്ച കേൾക്കുന്നില്ല. എന്താ? ആമ. അത് എല്ലാം പിടിച്ചു വെച്ചത്. പിന്നെ എന്താ കഴിച്ചത്? വെള്ളത്തിന് വേണ്ടിയിട്ട് എവിടെ പോയത്? നദിയിൽ. നദി പോയ പാട് നമ്മളെല്ലാരും കണ്ടത് ഒരു റിംഗ് ആണ്, മോതിരം. ആ മോതിരം ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് ഒരു തട്ടാന്റെ അടുത്ത്. അപ്പൊ ആ തട്ടാൻ പറഞ്ഞ് നിങ്ങളുടെ ഈ റിംഗ് റിയൽ ഡയമണ്ട് ആണ്. അപ്പൊ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ പാട് നമ്മൾ കണ്ടത് ഒരു ശവയാത്രയാണ്. ഒരു ശവത്തിനെയാണ് കണ്ടത്. കുറെ ജനങ്ങൾ ആ ശവത്തിനെ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ സീൻ. ഓക്കെ, അപ്പൊ നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടത്? ഒച്ചത്ത് പറ. ഇതിലാ പൂട്ടി വെച്ചത്? പിന്നെ എന്താ കഴിച്ചത്? മാങ്ങ. പിന്നെ നമുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് എവിടെ പോയത്? നദി. റൈറ്റ്. ഇനി അവിടെ നദിയിൽ എന്താ കിട്ടിയത്? റിംഗ് എടുത്തിട്ട് എവിടെയാ പോയത്? ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ പാട് കണ്ടത് എന്താണ്? പിന്നെന്താ ലാസ്റ്റ് കണ്ടത്? കുറെ പേര്, ജനസമൂഹം ആ ശവത്തിന്
ശംശാൻ ഘാട്ടിലേക്ക് കൊണ്ടുപോവാണ്. ദി എൻഡ്. ദീസ് ആർ ദ 8 പവേഴ്സ്. ഈ ഓർഡറിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്ത് സിറ്റുവേഷൻ വരുമ്പോ ബ്രഹ്മ ബാബ സമാൻ നമ്മൾ പാസ് ആവണമെങ്കിൽ ഈ ഒരു ലിങ്ക് വെച്ചിട്ട് തന്നെ നമ്മൾ പോണം. ദിസ് ഇസ് ദ റൈറ്റ് മെക്കാനിസം. ഇനി എല്ലാവരും വരാം. ആവാന്ന് പറഞ്ഞാൽ എന്ത് ശക്തിയാണ്? യെസ്, ദ പവർ ടു വിഡ്രോ, വിസ്താർ കോ സങ്കീർണ करने की ശക്തി. എത്ര പേര് പവർ, ഈ ഒരു പവർ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. 8ൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം മാത്രം ഓർമ്മയുണ്ട്. പക്ഷെ ഇതാണ് എത്ര പേർക്ക് ഓർമ്മയില്ല? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. കൈപ്പൊക്ക്. യെസ്, ദിസ് ഇസ് ദ ഫൗണ്ടേഷൻ. ഇവിടെ വെച്ചിട്ടാണ് അഷ്ടശക്തികൾ തുടങ്ങുന്നത്. ഇത് ലിങ്ക് ആണ്. സൂട്ട് കേസ് എന്താ ശക്തി? ദ പവർ ടു പാക്കപ്പ്. മലയാളത്തിൽ എന്ത് പറയും? പവർ ടു പാക്കപ്പ്. ആരെങ്കിലും അത് നോക്കിയിട്ട് പറ. എന്ത്? ഓക്കെ ഓക്കെ, റൈറ്റ്. ദ പവർ ടു പാക്കപ്പ്. സൂട്ട് കേസിൽ നമ്മൾ പാക്കപ്പാ ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ശക്തിയാണ്. റൈറ്റ്. മൂന്നാമത്തെ ശക്തിയാണ് എന്താണ്? മാങ്ങ ഏതാ ശക്തി? പേഡ് പർ നമ്മൾ കല്ല് എറിയുവാണ്, കല്ല് നമുക്ക് തിരിച്ച് മാങ്ങ തരുവാണ്. ദാറ്റ് ഈസ് എ തേർഡ് പവർ. സഹന ശക്തി, ദ പവർ ടു ടോളറേറ്റ്. പിന്നെ നമ്മൾ എല്ലാവരും നദിയിൽ പോയി, സാഗരത്തിലേക്ക് പോയി. നദി സാഗരം എന്താണ് ശക്തി? ദ പവർ ടു ഒക്കമോഡേറ്റ്. സമാനെ കി ശക്തി. മലയാളത്തിൽ എന്ത് പറയും? ഉൾക്കൊള്ളാനുള്ള ശക്തി. പിന്നെ പുഴയിൽ നമ്മൾ കണ്ടത് ഒരു റിംഗ് ആണ്, മോതിരം. റിംഗ് ഈസ് ദ പവർ ടു ഡിസ്ക്രിമിനേറ്റ്. പരഖനെ കി ശക്തി. പരഖനെ കി ശക്തിനെ മലയാളത്തിൽ എന്താ പറയും? തിരിച്ചറിയാനുള്ള ശക്തി. ആ റിംഗ് എടുത്തിട്ട് നമ്മൾ തട്ടാൻ്റെ അടുത്ത് പോയി, റൈറ്റ്? തട്ടാൻ്റെ അടുത്ത് ഇല്ല പവർ എന്താണ്? ദ പവർ ടു ഡിസൈഡ്, ദ പവർ ഓഫ് ജഡ്ജ്മെന്റ്. നിർണയ കർണേ കി ശക്തി. മലയാളത്തിൽ എന്ത് പറയും? നിർണയ കർണ ശക്തി. ഓക്കെ. പിന്നെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ പാട് നമ്മൾ കണ്ടത് ഒരു ശവത്തിനാണ്. ദ പവർ ടു ഫേസ്, സാംന കർണേ കി ശക്തി. മലയാളത്തിൽ എന്ത് പറയും? അഭിമുഖിക്കുന്ന ശക്തി. കുറെ ജനസമൂഹം ആ ശവത്തിനെ കൊണ്ടുപോവാണ്. ദ പവർ ടു കോഓപ്പറേറ്റ്, സഹयोग करने की ശക്തി. ഇനി നോട്ട്ബുക്ക് എല്ലാവരും ക്ലോസ് ചെയ്യ്. ഇനി എല്ലാവരും ബാപ് സമാൻ ആവണേ. ജനുവരി മാസം കഴിയാനായി. നാളെ മറ്റന്നാൾ 18 കഴിയും. ഇനി 1 മിനിറ്റ് സ്വാമി വേ തരും. ആ 1 മിനിറ്റില് അഷ്ടശക്തികൾ ആദ്യം ഈ 8 ഒബ്ജക്ട്സ് നോക്കണം. ഒരു ഒബ്ജക്ട് ഏത് ശക്തിയാണ് ഓർമ്മിച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിക്കും, എത്ര പേര് ബാപ് സമാനായി? അപ്പൊ എല്ലാവരും കൈ പൊക്കണം. അഷ്ടശക്തികൾ ഓർമ്മയുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായി. ഓക്കെ, സോ ഹിയർ വി സ്റ്റാർട്ട്. നമ്പർ 1, മനസ്സും ബുദ്ധി വെച്ചിട്ട് ആ ഒബ്ജക്റ്റിനെ കാണുക. എന്ത് ശക്തിയാണ് നമ്മൾ നോക്കുക. നമ്പർ 2, നമ്പർ 3, എവിടെയെങ്കിലും അത് കിട്ടുന്നില്ലെങ്കിൽ നോട്ട്ബുക്ക് തുറന്നിട്ട് നമുക്ക് നോക്കും ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ ആ സ്റ്റോറി ലിങ്കിലേക്ക് കൊണ്ടുവരണം. ആമേനെ കണ്ടു, ആമയെ നമ്മൾ സൂട്ട് കേസിൽ വെച്ചു, പിന്നെ ഭയങ്കര വിശപ്പ്, അപ്പൊ മാങ്ങേനെ പറിച്ചു കഴിച്ചു. 4th, നോക്ക്, 4th എന്താണ്? 5th, 6th, 7th and 8th. എത്ര പേര് ബാപ് സമാനായി? അവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഇപ്പൊ കൈപ്പൊക്ക്. ആരും കൈപ്പൊക്കുന്നില്ലല്ലോ, കൈപ്പൊക്ക്. എത്ര പേർക്ക് 8 ഓർമ്മയുണ്ട്? എത്ര പേര് ജാനുവരി 2023 ഇത് ഓർമ്മയുണ്ടാവും? കൈപ്പൊക്കെ. അതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല സ്വാമി. കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. ഓക്കെ, മെമ്മറിന്റെ ഒരു വലിയൊരു കൺസെപ്റ്റ് ആണ് റിവിഷൻ. ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ബ്രഹ്മബാബ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്തത്? റൈറ്റ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരും.
ചെറിയ സിറ്റുവേഷൻ ആവാം, വലിയൊരു സിറ്റുവേഷൻ ആവാം. എന്ത് സിറ്റുവേഷൻ വരുമ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ് വാട്ട് ദ ടോർട്ടോയ്സ് ഡസ്. ടോർട്ടോയ്സിങ് നടന്നു പോകുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ ടോർട്ടോയ്സ് എന്താ ചെയ്യുക, ആമ എന്താ ചെയ്യുക, പെട്ടെന്ന് അവർ വിഡ്രോ ചെയ്യും. നമ്മൾ ഇതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്രഹ്മബാബ ഇതാണ് ചെയ്തത്. രാജയോഗത്തിന്റെ ഈ അഷ്ടശക്തികളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. പവർ ടു വിഡ്രോ ചെയ്യണം. ആ സിറ്റുവേഷന് മനസ്സും ബുദ്ധി എടുത്തിട്ട് മാറ്റാൻ പറ്റണം. ഞാൻ മാസ്റ്റർ സർവശക്തിവാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാണ് നമ്മൾ കുറെ പ്രാവശ്യം നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ല. വിഡ്രോ. ഇത് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വി ഓൾ ബിക്കം ലൈക്ക് ബാബ്സം. നമ്മളെപ്പം ഈ കഥ പറയാറുണ്ടല്ലോ, രാജയോഗം എന്താണെന്ന് പറഞ്ഞിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ഒരു കഥ പറയാറുണ്ട്. ഒരു ഗുരുജി ശിഷ്യന്മാർക്ക് ഇങ്ങനെ ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനുള്ള സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഐദർ യു ഫൈറ്റ് ഓർ ടേക്ക് എ ഫ്ലൈറ്റ്. ഒന്നെങ്കിൽ ആ സിറ്റുവേഷനകത്ത് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് ഓടി മാറുക. അതിനാണ് സൈക്കോളജിയിൽ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുരുജി ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഭൂകമ്പം വന്നു. ഈ ഭൂകമ്പം വന്നപാട് എല്ലാ ശിഷ്യന്മാരും ഓടി. കുറച്ച് ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ട് ശിഷ്യന്മാര് തിരിച്ചു വരുമ്പോ പ്ലസന്റ്ലി സർപ്രൈസ്, ഗുരുജി വളരെ ശാന്തമായിട്ട് ഇരിക്കുവാണ്, മുഖത്ത് പുഞ്ചിരിയും. അപ്പൊ ശിഷ്യന്മാര് ഗുരുജിന്റെ അടുത്ത് ചോദിച്ചു, ഹലോ ഗുരുജി, ഇപ്പല്ലേ നിങ്ങളുടെ തിയറിയോ നന്നായിട്ട് പറഞ്ഞത്, ഏതെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോ ഐദർ യു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നെങ്കിൽ യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ ഓടുക. ഭൂകമ്പം വന്നാൽ ഭൂകമ്പത്തെ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓടുക. നമ്മളെല്ലാവരും ഓടി, ഇയാൾ അതേമാതിരി ഇരിക്കുവാണ്. അപ്പൊ ഗുരുജി എന്താ പറഞ്ഞേ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഓടൽ മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ. നിങ്ങൾ ഓടി, ഞാനും ഓടി. എന്തായിരുന്നു വ്യത്യാസം? നിങ്ങൾ പുറത്തേക്ക് ഓടി, ഞാൻ മനസ്സും ബുദ്ധിയായിട്ട് ഉള്ളിലേക്ക് ഓടി. That is the only difference. That is the difference. അതാണ് ബ്രഹ്മബാബ ചെയ്തത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രഹ്മബാബ ഡിസ്റ്റർബ് ആയിട്ടില്ല. ബ്രഹ്മബാബ സ്ഥൈര്യം. ഇന്നലെ മിഞ്ഞാന്നത്തെ വരദാനത്തിൽ ഉണ്ടായിരുന്നു, സ്ഥിർ ബുദ്ധി, ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല. ഇപ്പൊ ബ്രഹ്മബാബ എന്ത് സിറ്റുവേഷൻ, നമ്മുടെ വീട്ടിൽ ചെറിയൊരു സിറ്റുവേഷൻ, 2-3 കുട്ടികള്, ജോലിന്റെ പ്രശ്നം ഉണ്ടാവും, എക്കണോമിക് പ്രശ്നം ഉണ്ടാവും, റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ ബ്രഹ്മബാബന്റെ അടുത്ത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 300 ബാബന്റെ കുട്ടികൾ, പുതിയ കൺസെപ്റ്റ്, പവിത്രത. घर गृहस्थ में रहते हुए कमल फूल समान ब्रह्मचर्य जीवन. വലിയൊരു ബ്രേക്കിംഗ് ഇതായിരുന്നു, കൺസെപ്റ്റ് ആയിരുന്നു. ബ്രഹ്മബാബ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപാട് കുറെ പേര് ബാബനെ, കുറെ പരീക്ഷകൾ വന്നു. കുറച്ച് വർഷങ്ങളായിട്ട് തീരെ യജ്ഞത്തിൽ പൈസ ഇല്ല, പാർട്ടീഷൻ, ബ്രിട്ടീഷ് ഇതിൽ കുറെ മീഡിയയിൽ എന്തൊക്കെയോ വന്നു. പക്ഷെ ബ്രഹ്മബാബ വാസ് നോട്ട് ഡിസ്റ്റർബ്ഡ്. ഏത് സിറ്റുവേഷൻ വരുമ്പോൾ ബ്രഹ്മബാബ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു വിഡ്രോ. അപ്പൊ ഈ അഷ്ടശക്തികള്, ഈ ABCD ഇറ്റ് ഇസ് ഇൻ ട്വിൻസ് എന്ന് പറഞ്ഞ ഇരട്ട കുട്ടികൾ. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് വിഡ്രോ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? മാക്കോൺ. ഇത് A മീൻസ് ആമ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്കോൺ. ഹൂ ആം ഐ? മാക്കോൺ. അപ്പൊ ബ്രഹ്മബാബക്ക് ശിവബാബ തന്ന നോളേജ്, ബച്ചേ ആപ് ആത്മാ ഹോ, മാക്കോൺ. അതുകൊണ്ട് ബ്രഹ്മബാബ ചെയ്ത പുരുഷാർത്ഥം എന്തായിരുന്നു? നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരുന്നു, മേ ആത്മാ ഹൂ, മേ ആത്മാ ഹൂ, മേ ആത്മാ ഹൂ, മേ ആത്മാ ഹൂ, മേ ആത്മാ ഹൂ. ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ നോളേജ്. അതുകൊണ്ട് എന്ത് ക്ലാസ് ആയാലും ശരി, എന്ത് കമന്ററി ആയാലും ശരി, ദ ബിഗിനിങ് ഈസ് മേ ആത്മാ ഹൂ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, പുതിയ കാര്യമൊന്നുമില്ല. പക്ഷെ ആക്ച്വൽ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് 14 years 14 വർഷം ബ്രഹ്മബാബയും മമ്മിയും നമ്മുടെ എല്ലാ ദാദിമാർ ചെയ്ത ഒരു അഭ്യാസം എന്തായിരുന്നു? ഓം ധ്വനി.
14 years തപസ്യയായിരുന്നു ഓം ധ്വനി. ആ ഓം ധ്വനി പറഞ്ഞ് 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 മേ ആത്മാ ഓ മേ ആത്മാ ഓ മേ ആത്മാ ഹൂ. 14 years ആ ധ്വനി കേട്ട് 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 14 വർഷം കഴിഞ്ഞിട്ട് അവര് സേവന്റെ ഫീൽഡിൽ ഇറങ്ങിയാല് എന്ത് സിറ്റുവേഷൻ വരുമ്പോ പെട്ടെന്ന് അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റി. ഈ വണ്ടിന്റെ ഗിയർ ഒക്കെ മാറ്റുന്ന മാതിരിയാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എത്ര വണ്ടി വന്നാലും ഒരു എഫക്റ്റീവ് ഡ്രൈവർ എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് ഗിയറിനെ മാറ്റാൻ പറ്റും. എപ്പോഴാണ് ന്യൂട്രലിലേക്ക് കൊണ്ടുവരുന്നത്, എപ്പോഴാണ് ഫോർത്ത് ഗിയറിലേക്ക് വരുന്നത്, അത് വളരെ ഒരു ഈസി ആയിട്ട് മാറും. നമ്മൾ ഇതന്നെയാ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന്. ബാബ എപ്പം പറയാറുണ്ട്, ബച്ചേ മീഠേ ബച്ചേ. മീഠേ ബച്ചേന്റെ മലയാളം വേർഡ് എന്താണ്? കേൾക്കാൻ എന്ത് മധുരമാണല്ലേ. ഇതാണ് ബാബ നമ്മൾ പറയാറില്ലേ. അപ്പൊ ബാബ പറയണ മധുരമായ കുട്ടികളെ, ശ്വാസോശ്വാസ് മുझे യാദ് കറൂ. ശ്വാസോശ്വാസ്, എല്ലാ ശ്വാസത്തിലും ബാബന്റെ ഓർമ്മ ഉണ്ടാവണം. ബാബന്റെ ഓർമ്മ എങ്ങനെ ഉണ്ടാവുക? സെൽഫ് റിയലൈസേഷൻ ലീഡ്സ് ടു ഗോഡ് റിയലൈസേഷൻ. മേ കോൺ, ഞാൻ ആരാണ്. അപ്പൊ ഈ ഓമിന്റെ ധ്വനി ചെയ്താൽ, റൈറ്റ്, ഒന്ന് ഞാൻ ആത്മാവാണ്. അപ്പൊ ഈ ഓമിന്റെ ധ്വനി ചെയ്തപാട് മനസ്സും ബുദ്ധി വെച്ചിട്ട് ബ്രിക്കുട്ടിനെ നടുക്ക് ആ തിളങ്ങുന്ന നക്ഷത്രത്തിനെ കാണാൻ പറ്റണം. ബ്രിക്കുട്ടിനെ നടുക്ക് എവിടെയാ നമ്മൾ ചന്ദ്രൻ തിളങ്ങുക, അത് നമ്മൾ മനസ്സും ബുദ്ധിയായിട്ട് കാണാൻ പറ്റണം. ഓമിന്റെ ധ്വനി, ഓമിന്റെ ധ്വനി വരുമ്പോ എന്താ സംഭവിക്കുക? നമ്മുടെ മനസ്സും ബുദ്ധി അങ്ങോട്ട് അലിയൂല, അത് ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഓമിന്റെ ധ്വനി ചെയ്താൽ വേറൊരു ഗുണമുണ്ട്. കൊറോണ വന്നാലും ഡെൽറ്റ വന്നാലും ഒമിക്രോൺ വന്നാലും നമ്മുടെ ലങ്സിന് കപ്പാസിറ്റി കൂടും. നമ്മുടെ ലങ്സിന് കപ്പാസിറ്റി കൂടുന്ന വന്നപാട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും ഡെവലപ്പ് ആവും. അതുകൊണ്ട് ഈ ഓമിന്റെ ധ്വനി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എല്ലാവരും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ, ശ്വാസം വലിക്കുക. ശ്വാസം വലിക്കുമ്പോൾ തിളങ്ങുന്ന നക്ഷത്രം ഓം. എത്ര സമയം നമ്മൾ ഓം നമ്മുടെ ഈ ലങ്സിന് കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന അത്ര സമയത്ത് നമ്മൾ തിളങ്ങുന്ന നക്ഷത്രം കാണണം. ഒരു സിമ്പിൾ ഹംബിൾ റിക്വസ്റ്റ്, ഈ ഓമിന്റെ ധ്വനി നമ്മൾ ചെയ്യുന്ന സമയത്ത് വേറൊരു ധ്വനി വരാൻ പാടില്ല. പ്ലീസ്. എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലായി? അവരൊന്ന് കൈ പൊക്കിയാട്ടെ. എന്താ മനസ്സിലായത് കുട്ടികൾക്ക്? നല്ല ബുദ്ധിശാലിയാണ് ബാബ. ബच्चे बड़े ബുദ്ധിശാലി है आपकी तरह. വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും മൊബൈൽ റിങ് ചെയ്യും. എത്ര പേർക്ക് ദേഷ്യം വരും? അവർ കൈ പൊക്കിയാട്ടെ. ദേഷ്യമൊന്നും വരാൻ പാടില്ല. ഈ മൊബൈൽ അടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ആ മൊബൈല് വൈബ്രേറ്ററി എങ്ങനെയാ ചെയ്യേണ്ടത് അതിന് ടെക്നോളജി അറിയാത്തതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ ഡിസ്റ്റർബ് ആകാൻ പാടില്ല. എത്ര പറഞ്ഞു, മീനാക്ഷി ബേൻ പറഞ്ഞു, ഇവരും പറഞ്ഞു, അവരും കേൾക്കുന്നില്ല. ഇവരൊക്കെ എപ്പോഴാ നന്നാവുക? നാടും നന്നാവില്ല, ഒന്നും നന്നാവില്ല. എത്ര ബട്ടി ചെയ്താലും ദേ ഇവിടെ വന്നത് ബാപ് സമ്മാൻ ബന്നേക്കില്ല. മൊബൈൽ അടിച്ച പാട് ഫസ്റ്റ് പവർ എന്താണ്? ആദ്യത്തെ പവർ എന്താണ്? നീ മറന്നുപോയാ? ആമാ, പവർ ടു വിഡ്രോ. ആ ഒച്ചത്തിന് നമ്മൾ പെട്ടെന്ന് ഒച്ച മൊബൈൽ അടിച്ച പാട് മനസ്സും ബുദ്ധി അവിടെ പോവും. ആരുടെ മൊബൈൽ അടിച്ചത്? 100%. എത്ര പെട്ടെന്ന് നമുക്ക് അവിടുന്ന് കൊണ്ടുവരുന്നത്. ഡോണ്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ് ബട്ട് വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്. ആ മൊബൈൽ അടിക്കുന്ന ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൾ ആയിരിക്കും. നമുക്കറിയില്ലല്ലോ. ഹു ആം ഐ ടു ടേക്ക് എ ഡിസിഷൻ? ബാബ നമുക്ക് ധർമ്മരാജന് റോള് തന്നിട്ടുണ്ടോ? നമ്മൾ ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ഇവരങ്ങനെയാണ്, ഇവരങ്ങനെയാണ്. നോ, ദാറ്റ്സ് നോട്ട് മൈ ജോബ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് എനർജി ഗിവിംഗ് സർട്ടിഫിക്കറ്റ് ടു പീപ്പിൾ. ഓക്കെ, അപ്പൊ ഓമിന്റെ ധ്വനി ചെയ്യാം. എടുക്ക വേറെ ധ്വനി വന്നാൽ എത്ര പേരുടെ മുഖം ബ്രഹ്മ ബാപ് സമാൻ പുഞ്ചിരിയിലെ മുഖമായിരിക്കും? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. ഡിസ്റ്റർബ് ആകാൻ പാടില്ല, സ്ഥിർ. ओके, चल ओम की ध्वनि करेंगे. आराम से बैठो, रिलैक्स योर बॉडी. इनहेल ओ, വെരി ഗുഡ്. നമ്മുടെ ലങ്സിനെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യണം. പക്ഷെ ഈ ഓമിന്റെ ധ്വനി ചെയ്യുന്ന സമയത്ത് ബ്രിക്കുട്ടിന്റെ നടുക്ക് തിളങ്ങുന്ന ഒരു നക്ഷത്രം മേ കോൺ മേ ആത്മ. ഇൻഹേൽ
Relax. Last time, inhale. Om Shanti. Right? അപ്പോൾ ഇത് മൊത്തം ദിവസം എത്ര പ്രാവശ്യമാണ് ഇത് ഓമിൻ്റെ ധ്വനി സാധാരണ ചെയ്യാറുള്ളത്? നമ്മുടെ ഈ ശരീരത്തിന് എത്ര ഫിസിക്കൽ ഏജ് അത്ര സമയം നമ്മൾ ചെയ്യണം. അപ്പം യുവർ ഫിസിക്കൽ ബോഡി വിൽ ഓൾസോ ബിക്കം ഹെൽത്തി. ഈ ശരീരം വളരെ ആരോഗ്യവാനായിരിക്കണം യോഗം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബ്രഹ്മബാബ വാസ് വെരി ഹെൽത്തി. ബ്രഹ്മബാബ എന്തൊക്കെയാ ഗെയിംസ് കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാൻ പറ്റുമായിരിക്കും? ബാഡ്മിന്റൺ, അതെല്ലാവർക്കും അറിയാം. പിന്നെയോ ഒന്ന് ബാഡ്മിന്റൺ, എന്നാതെ ക്രിക്കറ്റ്, മൂന്നാമത്തെ എന്തൊക്കെ ഗെയിം? ബ്രഹ്മബ at the age of 90 also was very very healthy. ബ്രഹ്മ കുറച്ച് ഇത് ഉണ്ടായിരുന്നു, ചുമേന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ ബ്രഹ്മ വാസ് വെരി ഹെൽത്തി. ഓക്കെ, ദാറ്റ്സ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ ശരീരത്തിനും നമ്മൾ ശ്രദ്ധിക്കണം. സോ ദ ഫസ്റ്റ് ഈസ് ദ പവർ ടു വിഡ്രോ. രണ്ടാമത്തെ ശക്തി എന്താണ്? ദ പവർ ടു പാക്കപ്പ്. ദ പവർ ടു പാക്കപ്പ്. എന്താ നമ്മൾ പാക്കപ്പ് ചെയ്യേണ്ടത്? വാട്ട് വി ഹാവ് ടു പാക്ക്? സ്മൃതി, സ്വമാൻ. സ്മൃതി, സ്വമാൻ ഓർ സംസ്കാർ, ഇതാണ് പാക്കപ്പ് ചെയ്യേണ്ടത്. നല്ല ഓർമ്മകൾ, നല്ല സ്മൃതികൾ, ഇതാണ് പാക്കപ്പ് ചെയ്യേണ്ടത്. ബിക്കോസ് എവിടെയാണ് നമ്മൾ പോകേണ്ടത് അതിന് ആ സ്മൃതി ഉണ്ടാവണം. ഇപ്പൊ ജനുവരി 18 കുറെ പേര് മൗണ്ട് അബുലേക്ക് പോയല്ലോ. അപ്പൊ അത് ഫസ്റ്റ് മനസ്സിൽ വന്ന എന്താണ്? അവിടെ തണുപ്പാണ്. അപ്പൊ തണുപ്പുണ്ടാവുമ്പോൾ എന്തായാലും സ്വെറ്ററും ഷോളും മഫ്ലറൊക്കെ ആണ്. കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി തണുപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിച്ചു, ബെഞ്ചി നിങ്ങളുടെ സ്വെറ്റർ എക്സ്ട്രാ ഉണ്ടോ, ഷോൾ എക്സ്ട്രാ ഉണ്ടോ? ബിക്കോസ് മൗണ്ട് അബു പോകുന്ന സമയത്ത് അവിടെ തണുപ്പാണ്. അപ്പൊ തണുപ്പില്ല സമയത്ത് എന്താണ് പാക്ക് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും ബേസിക് കോമൺ സെൻസ് ഉണ്ട്. അപ്പൊ മൗണ്ട് അബുവിന്റെ സ്മൃതി വന്നു, ആ സ്മൃതി അനുസരിച്ച് നമ്മൾ പാക്കപ്പ് ചെയ്യും. റൈറ്റ്? അതേമാതിരി നമ്മൾ പോകേണ്ടത് സത്യുഗത്തിലാണ്. ആ സത്യുഗത്തിന് നല്ല സ്മൃതികൾ, നല്ല സ്വമാൻ, ആ പുതിയ ദിവ്യ സംസ്കാരം. കറക്റ്റ്? അപ്പൊ കുറെ ദിവ്യ ഗുണങ്ങൾ ഇന്നും ബാബ പറഞ്ഞു, ദിവ്യ ഗുണങ്ങൾക്ക് ആപ് സ്വരൂപ് ബനോ. പക്ഷെ മൊത്തത്തിൽ ഓർമ്മ വെക്കുന്ന ബദലി ഒരു കാര്യം ഞാൻ ഇന്ന് മാത്രം പറയാം. ബ്രഹ്മ ബാബന്റെ ഏറ്റവും വലിയ പ്രാക്ടീസും നമ്മളും ചെയ്യണം. സത്യുഗത്തില് നമ്മൾ എന്ത് പൊസിഷനാ കിട്ടുന്നത്? എല്ലാ ഗുണങ്ങളുടെ ജനനി അമ്മ. എല്ലാ ഗുണങ്ങളുടെ ജനനി ആരാണ്? പവിത്രത. പവിത്രത. സോ ഫസ്റ്റ് സ്റ്റെപ്പ് മേ കോൺ, ഞാൻ ആരാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് മേ കേസി ആത്മാ ഹൂം, ഞാൻ എങ്ങനത്തെ ആത്മാവാണ്. അപ്പൊ നമ്മള് സത്യുഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സൂട്ട് കേസിൽ എത്ര കൂടുതൽ ഗുണങ്ങളും, ആ ഗുണങ്ങളില് കുറെ ഗുണങ്ങളുണ്ട്. ധൈര്യത, മധുരത, സഹനശീലത, പ്രസന്നത, ഹർഷിത് മുക്ത, റൈറ്റ്? അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. പക്ഷെ ഈ ഗുണങ്ങളുടെ എല്ലാത്തിന്റെ ഗുണങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് നമുക്ക് ആവശ്യമില്ലത് പവിത്രത, പ്യൂരിറ്റി. അപ്പൊ നമ്മൾ സ്മൃതിയിൽ എന്താ വെക്കേണ്ടത്? ആദി അനാദി മേ ആത്മാ പവിത്രത. ആദി അനാദി മേ ആത്മാ പവിത്രത. അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ, അത് നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ആവാം, നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ആവാം, നമുക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം ആവാം, നമുക്ക് ജോലി, പല പ്രശ്നങ്ങൾ ലൈഫിൽ വരും. ആദ്യം നമ്മൾ വിഡ്രോ ചെയ്യണം മേക്കോൺ, തിളങ്ങുന്ന നക്ഷത്രം, മേ ആത്മ. രണ്ടാമത് ഇമ്മീഡിയറ്റ്ലി സ്മൃതി കൊണ്ടുവന്നത് ഞാൻ മേ ആത്മ പവിത്ര സ്വരൂപ്. പവിത്ര സ്വരൂപ്. ഇന്ന് ജ്യോതിബൻ കമന്ററി എടുക്കുമ്പോൾ ഒരു മഹാവാക്യം പറഞ്ഞായിരുന്നു, ടോർച്ച് സമാൻ, ടോർച്ച് സമാൻ. വോൾട്ടേജ് ആണത്. എത്ര കൂടുതൽ മേ ആത്മ
मैं आत्मा कैसी हूं? मैं आत्मा पवित्र स्वरूप. അപ്പൊ ഈ 0 വോൾട്ടേജ് മെല്ലെ 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 1 വോൾട്ടേജ്, 10 വോൾട്ടേജ്, 60 വോൾട്ടേജ്, 100 വോൾട്ടേജ് ഹാലോജൻ ആയിട്ട് ഇങ്ങനെ ഈ പവറിനെ കൂട്ടിക്കൊണ്ടിരിക്കണം. ഈ ആത്മാവിൽ എത്രയാണ് പവിത്രത്തിന്റെ സ്മൃതി വരുന്ന അത്ര ടോർച്ച് മാതിരി, ഹാലോജൻ മാതിരി പ്രകാശം കിട്ടും. ഈ പ്രകാശം കിട്ടുന്ന സമയത്ത് നമുക്ക് പോകുന്ന വഴി വളരെ കൃത്യമായിട്ട് ആത്മാവിനെ കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു സിറ്റുവേഷനിൽ, അത് വളരെ ക്ലിയർ ആയിട്ട് ആത്മാവിനെ ആ പ്രകാശം വെച്ചിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ബ്രഹ്മബാബ പാസ്സായത്. ബ്രഹ്മബാബ പാസ്സായത് അങ്ങനെയാണ്. അതിനു വേണ്ടിയിട്ട് ബ്രഹ്മബാബ എന്താ പുരുഷാർത്ഥം ചെയ്ത്? ഈ ആത്മാവിന്റെ പ്രകാശം, ആ പ്രകാശം മൊത്തം ശരീരത്തില് मैं फरिश्ता स्वरूप, मैं आत्मा हूं, मैं आत्मा प्रकाश स्वरूप, പിന്നെ മെല്ലെ മൊത്തം ആ ഫരിഷ്ത സ്വരൂപിനെ അവരെ കാണാൻ നോക്കി. നമുക്ക് എല്ലാവർക്കും ബാബന്റെ ജീവൻ കഹാനിയിൽ ആ കഥ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്, റൈറ്റ്? നമ്മുടെ ഈ യജ്ഞത്തില് അമൃത് വേലന്റെ കൺസെപ്റ്റ് ഉണ്ടായിട്ടേ ഇല്ല. നമുക്ക് എല്ലാവർക്കും, പഴയവർക്ക് എല്ലാവർക്കും ഈ കഥ ഓർമ്മയുണ്ട്. ചില പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഥ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ യജ്ഞത്തില് ഈ അമൃത് വേല നുമാഷാമിന്റെ കൺസെപ്റ്റ് ഉണ്ടായിട്ടില്ല. സ്റ്റാർട്ടിങ്ങില് നമ്മുടെ യജ്ഞത്തിൽ എന്തായിരുന്നു കൺസെപ്റ്റ്? ഹർ പൽ ഹർ ഷൻ ബാബാക്ക് യാദ് മേ രഹന. എല്ലാ സമയത്തും ബാബേന്റെ ഓർമ്മയിൽ ഉണ്ടാവണം, ഇവൻ ഉറങ്ങുന്ന സമയത്തും. ഒരു പ്രാവശ്യം ഗുൽസാർ ദാദി ബ്രഹ്മഭവന്റെ അടുത്ത് പണ്ഡഭവനിലേക്ക് വന്നു. അപ്പൊ ഗുൽസാർ ദാദിക്ക് ഒരു നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വരദാനം ഉണ്ടായിരുന്നു, സന്ദേശ് ലേക്കറാണ്. അവരൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഗുൽസാർ ദാദിജി ആയിരുന്നു. അപ്പൊ ഗുൽസാർ ദാദിജി ക്യാ സന്ദേശ് ബാബാ കാ ഹൈ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മബാബ പറഞ്ഞു. അപ്പൊ ഗുൽസാർ ദാദിജി പോയി സൂക്ഷ്മവത്തനിലെത്ത് ഗുൽസാർ ദാദി കണ്ടത് ബ്രഹ്മബാബന്റെ മാതിരി തന്നെ. ആദ്യത്തെ പ്രാവശ്യം അവരെ കണ്ടത് ഒരു സമ്പൂർണമായ ഫരിഷ്ത, ഏഞ്ചൽ. അതാണ് ബ്രഹ്മബാബന്റെ സമ്പൂർണമായ സ്വരൂപം, ഏഞ്ചലിക്. അപ്പൊ ഗുൽസാർ ദാദി താഴെ വന്നു. താഴെ വന്നിട്ട് അവര് ബ്രഹ്മബാബന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ബ്രഹ്മ പറഞ്ഞു ക്യാ സന്ദേശിലേക്ക്. അപ്പൊ ഗുൽസാർ ദാദിജി എന്താ പറഞ്ഞ? ബാബാ, ഇതുവരെ അവരെ കണ്ടത് സാക്ഷാത്കാരം പരംധാമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ശിവബാബ അവർക്ക് കാണിച്ച ഒരു ദൃശ്യമായിരുന്നു സൂക്ഷ്മവത്തന. വളരെ ദിവ്യമായ വൈറ്റ് പ്രകാശത്തില് അവര് ബ്രഹ്മബാബനെ സമ്പൂർണമായ സ്വരൂപത്തിലാണ് ദിവ്യ നേത്രം വെച്ചിട്ട് കണ്ടത്. അപ്പൊ താഴെ പാണ്ഡഭവനില് ബ്രഹ്മബാബനടുത്ത് പറഞ്ഞു, ബാബാ मैंने वहां पर एक ब्रह्मा बाबा को देखा, फरिश्ता देखा, बहुत लाइट था उसमें. बाबा आपके अंदर इतना लाइट नहीं है, നിങ്ങൾക്ക് അത്ര ലൈറ്റ് ഇല്ല, പക്ഷെ അതേമാതിരി സ്വരൂപം, പക്ഷെ അവിടെ ഭയങ്കര കൂടുതൽ ലൈറ്റ് ആയിരുന്നു. അപ്പം ബാക്കി ദാദിമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവര് ഗുൽസാർ ദാദിന്റെ അടുത്ത് പറഞ്ഞു, നീ ബച്ചി ऐसा नहीं बोलो, നീ ബത്താओ ബച്ചി ബത്താओ. അപ്പം ബാബ അവിടെ ഭയങ്കര പ്രകാശമാണ് ആ ബ്രഹ്മനെ കാണുമ്പോ. അപ്പൊ ബ്രഹ്മാവ് എന്താ പറഞ്ഞ? ഒരു ചെറിയൊരു സന്ദേശം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ ആരായാലും ശരി ഫീൽ ചെയ്യും. പക്ഷെ ബ്രഹ്മബാബ എന്താ പറഞ്ഞ? ठीक है बच्चे, अभी मैं पुरुषार्थ करूंगा, ഞാൻ ഇനിയിപ്പം പുരുഷാർത്ഥം ചെയ്യും. അത് കഴിഞ്ഞാണ് ബ്രഹ്മബാബ 4 മണിക്ക് എണീച്ചിട്ട് ബാബേനെ ഓർക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ബ്രഹ്മബാബ 4 മണിക്ക് എണീച്ചിട്ട് ബാബേനെ ഓർക്കാൻ തുടങ്ങുമ്പോൾ ദാദിമാരും തുടങ്ങി, മമ്മിയും തുടങ്ങി. അങ്ങനെയാണ് അമൃത് വേലിന്റെ കൺസെപ്റ്റ് തുടങ്ങിയത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ദാദി ഗുൽസാർ ജി അവിടെ വന്നു. അപ്പൊ ബ്രഹ്മബാബ ചോദിച്ചു, ബച്ചി ഫിർ സെ ജാओ, जाके संदेश लेकर आओ. അപ്പൊ ഗുൽസാർ ദാദിജി സൂക്ഷ്മതലത്തിലേക്ക് പോയി. അവിടെ അതേ സമ്പൂർണ്ണ ബ്രഹ്മനെ കണ്ടു. ഫുൾ വോൾട്ടേജ് ഇല്ല, നല്ല പ്രകാശില്ല ബ്രഹ്മബാബനെ കണ്ടു, ഫരിഷ്ത സ്വരൂപ്. താഴെ വന്നിട്ട് പറഞ്ഞു, ബാബ मैंने फिर से वो ब्रह्मा को देखा, full of light. അപ്പൊ ബ്രഹ്മബാബ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ, ബാബാ നിങ്ങളുടെ ലൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ വരെ എത്തിയില്ല. അപ്പൊ ബ്രഹ്മബാബ എന്താ പറഞ്ഞേ? कोई बात नहीं बच्ची, मैं फिर से और पुरुषार्थ करूंगा. അത് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മബാബ 2 മണിക്ക് എണീക്കാൻ തുടങ്ങിയത്. He started getting up at 2 o'clock. അപ്പൊ നമുക്കും ബാബ് സമാൻ ആവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അമൃത് വേല സ്ട്രോങ് ആക്കണം. എന്ത് വന്നാലും ശരി 2023 ഒരു ലക്ഷ്യം വെക്കണം. എന്ത് വന്നാലും ശരി നമ്മൾ അമൃത് വേല നമ്മൾ മിസ് ചെയ്യില്ല. എത്ര പേര് ദൃഢസങ്കല്പം ഇന്ന് നല്ല ദിവസം ശിവബാബയും ബ്രഹ്മബാബന്റെ മുമ്പിൽ ചെയ്യുന്ന അവരൊന്ന് കൈപ്പൊക്കാട്ടെ. യെസ്, വെരി ഗുഡ്. എത്ര പേർക്ക് ബാബ് സമാൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. അപ്പൊ ബ്രഹ്മബാബ എത്ര മണിക്കാണ് എണീക്കാറില്ലേ? 2 മണിക്ക്.
അപ്പൊ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വെക്കും. അയ്യോ സ്വാമി ഭായി 2 മണിക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര വിഷമാണ്. യെസ്, പക്ഷേ 2 മണിക്ക് 4 മണിക്ക് എണീക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാത്രി പെട്ടെന്ന് ഉറങ്ങണം. രാത്രി നേരത്തെ ഉറങ്ങണം. നമ്മള് കുട്ടികളുടെ അടുത്ത് 4 മണിക്ക് എണീക്കാറുണ്ട്, 2 മണിക്ക് എണീക്കാറുണ്ട്, പക്ഷെ എത്ര മണിക്ക് ഉറങ്ങാറുണ്ട് എന്ന് പറയാറില്ല. എത്ര മണിക്ക് ഉറങ്ങണം? 12 മണിക്കോ? എത്ര മണിക്ക്? റൈറ്റ് ടൈം ഈസ് 9:30. മാക്സിമം എന്തെങ്കിലും വർക്ക് ആവുന്നുണ്ടെങ്കിൽ 10. 10 तो अब बस. എത്ര പേര് 9:30 ഉറങ്ങാറുണ്ട്? അവരൊന്ന് കൈ പൊക്കിയാട്ടെ. എൻ്റെ അമ്മ, ഈ ബ്രദേഴ്സിനൊക്കെ എന്താ ജോലി? കിച്ചണിന്റെ കുറെ വർക്കൊക്കെ ഉണ്ടല്ലോ. അടിച്ചു വാരിയോ തുടക്കണം, പിന്നെ എല്ലാം പാത്രങ്ങളൊക്കെ വെക്കണം അല്ലേ? പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? ആരാ പറഞ്ഞത്? അവരൊന്ന് കൈയടിച്ചാട്ടെ. സത്യം ശിവം സുന്ദരം. കൈയടിക്കുക. കറക്റ്റ്. മൊത്തം ലോകത്തിൽ എവിടത്തം വരെ വിനാശമെത്തി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അത് അറിയണല്ലോ, എവിടത്തം വരെ വിനാശം എത്തിയാൽ മാത്രമേ നമ്മൾ പുരുഷാർത്ഥം ചെയ്യണം. പുരുഷാർത്ഥം ചെയ്താൽ ബാപ്സമാണ്, പിന്നെ സത്യുകല്ലേ വരുക. അപ്പൊ അത് കണ്ടാൽ നമുക്ക് ഉറക്കം വരില്ലല്ലോ. അപ്പൊ ഇന്ന് ജാനുവരി 16 മുതൽ ജാനുവരി 31 തീയതി വരെയാണ് അവ്യക്തമാസം. ഒരു ദൃഢസങ്കല്പം ചെയ്യും. രാത്രി ഒരു 9:30 മണിക്ക് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. 9:30 മാക്സിമം 10. 10 तो अब बस. അറ്റ്ലീസ്റ്റ് ജാനുവരി മാസം, പിന്നെ ഫെബ്രുവരി നമുക്ക് പിന്നെ നോക്കാം. അറ്റ്ലീസ്റ്റ് സംസ്കാരം കൊണ്ടുവരൂ. അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും എൻഡ് ആകുമ്പോൾ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ധർമ്മരാജ് വെയിറ്റ് ചെയ്യും. बाबा मैंने ना 18 जनवरी के 1-2 दिन 2 बजे उठा था. अच्छा चलो जाओ बच्चे जाओ. അറ്റ്ലീസ്റ്റ് ബാപ്പ് സമാൻ ആവാൻ വേണ്ടിയിട്ട് രാത്രി നേരത്തെ ഉറങ്ങുക. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി, വൈസ്. റൈറ്റ്? ഇതിനെ പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. मैं आत्मा, मैं कौन हूं? मैं आत्मा कैसी हूं? पवित्र स्वरूप, प्रकाश स्वरूप. करेक्ट? ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് ഇരുന്നേ. അപ്പൊ ഞാൻ ഇത് മാത്രമേ പറയുള്ളൂ. മേ കോൺ. അപ്പൊ നിങ്ങൾ ഉത്തരം പറയണം. പറയേണ്ട ആവശ്യമില്ല, അത് ഫീൽ ചെയ്യണം. മേ ആത്മാ ഹൂം. മേ ആത്മാ कैसी हूं? അത് ഞാൻ ചോദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾ തന്നെ ഉത്തരം പറയണം. മേ ആത്മാ പവിത്ര സ്വരൂപ്. ആദ്യം പവിത്ര സ്വരൂപ് വരുമ്പം യെസ്, തിളങ്ങുന്ന നക്ഷത്രം. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ചോദിക്കും മേ ആത്മാ പവിത്ര സ്വരൂപ്. അപ്പൊ അതിനെ വോൾട്ടേജ് കൂട്ടണം. ആത്മാ മാത്രമല്ല, ആത്മാവിന്റെ മൊത്തം ഇതിലും ഞാൻ ഫരിഷ്ത സ്വരൂപാണ്, പ്രകാശ സ്വരൂപാണ്. അത് മനസ്സും ബുദ്ധി വെച്ചിട്ട് നമ്മൾ കാണണം. നമ്മളത് കാണുന്നുണ്ട്, ഇത് പുതിയ കാര്യമൊന്നുമില്ല. പക്ഷെ എത്ര സമയം മനസ്സും ബുദ്ധി അവിടെ നമ്മൾ വെക്കുവാണ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്? ഇങ്ങനെ 3 പ്രാവശ്യം പറയും ഞാൻ. മേ കോൺ, मैं आत्मा कैसी हूँ? मैं कौन, मैं आत्मा कैसी हूँ? मैं कौन, मैं आत्मा कैसी हूँ? ठीक है? राइट? ऑल द बेस्ट, गुड लक टू यू. रिलैक्स. मैं कौन പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫീൽ ചെയ്യുക. ബ്രക്കുട്ടിന്റെ നടുക്ക് തിളങ്ങുന്ന ഒരു നക്ഷത്രം. മനസ്സും ബുദ്ധി വെച്ചിട്ടത് കാണുക. मैं आत्मा कैसी हूं? मैं आत्मा पवित्र स्वरूप. ബ്രക്കുട്ടിന് നടുക്ക് തിളങ്ങുന്ന നക്ഷത്രം, പ്രകാശ സ്വരൂപ്, full of positive energy. मैं आत्मा पवित्र स्वरूप, പ്രകാശ്മയ കായ. നമ്മുടെ ആ ഏഞ്ചലിക് സ്വരൂപത്തിനെ കാണുക. നല്ല ദിവ്യമായ വൈറ്റ് പ്രകാശ്. മെക്കോൺ, ബ്രിക്കുട്ടിന് നടുക്ക് തിളങ്ങുന്ന നക്ഷത്രം, ജ്യോതി സ്വരൂപ്, ദിവ്യമായ ഊർജ, അന്ത്യം സമ്പൂർണമായ സ്വരൂപം, ഫരിഷ്ത സ്വരൂപ്.
मुझे भी बाबा समान बनना है. എൻ്റെ ലക്ഷ്യം സമ്പൂർണ്ണമായ ഫരിഷ്ത. ദിവ്യമായ ഫരിഷ്ത സ്വരൂപിനെ കുറച്ച് നിമിഷങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഓം ശാന്തി. ഓക്കെ, അപ്പൊ ആക്ച്വൽ ഇത് തിയറി നമ്മൾ എല്ലാവരും ചെയ്തു, പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് വിഡ്രോ ചെയ്യുക. ഇത് ഒരു സെക്കൻഡറി കാര്യമാണ്, ഒരു സെക്കൻഡ്. ആ സമയത്ത് വിഡ്രോ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം പാസ്സായി. നമ്മൾ അവിടെ തന്നെ ആ സിറ്റുവേഷനിൽ സോച്ച്താ, ഇന്ന് ബാബ പറഞ്ഞു ബഹുത് സോച്ച്തേ ഹോ. സിറ്റുവേഷൻ വരുമ്പോ ക്യാ ക്യൂ കേസെ കബ് കഹാ ചെയ്യാറുണ്ടോ? എവിടെ ചെയ്യാറുണ്ടോ? ക്യാ എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്താ പറയും? ക്യോ, കേസെ, കബ്, കഹാ. ഇതൊക്കെ ഉണ്ട്. അപ്പൊ എവിടെ വിഡ്രോ ചെയ്ത് നമ്മളെ? ആ സിറ്റുവേഷൻ വരുമ്പം വിഡ്രോ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ഞാൻ ആത്മാ, രണ്ടാമത്തെ ആത്മാ കേസി പ്രകാശ് സ്വരൂപ്. അപ്പൊ ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം ആ ദൃശ്യം കാണാൻ പറ്റും. ബിക്കോസ് ഹൈ വോൾട്ടേജ് ആണ്, മനസ്സിലെ ബ്ലറിങ് വരില്ല, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ആമയും പെട്ടിയും, ദിസ് ഈസ് എ ഫോർ ആത്മ. കറക്റ്റ്. മൂന്നാമത്തെ എന്താണ്? മാങ്ങ. മാങ്ങ എന്ത് ശക്തിയാണ്? സഹനശക്തി. അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആരെങ്കിലും എന്ത് പറഞ്ഞു, സ്വാമിബായ് റിയാക്ട് ചെയ്തു, അതിനർത്ഥം എൻ്റെ സ്വാമിബായിന്റെ സഹനശക്തി കുറവാണ്. ഇനിയിപ്പോ സ്വാമിബായിക്ക് ദേഷ്യം വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും? സ്വാമിബായ് നിങ്ങൾ നിങ്ങളുടെ സഹനശക്തി കൂട്ടണം. അപ്പൊ ഈ സഹനശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് സ്വാമിബായ് എന്ത് ചെയ്യണം? ഏത് പെട്രോൾ പമ്പിലാ പോയിട്ട് പെട്രോളൊക്കെ നിറയ്ക്കുക? എന്താ ചെയ്യേണ്ടത്? ഞാൻ വാട്ട് ആം ഐ സപ്പോസ് ടു ഡു? എന്താ ചെയ്യേണ്ടത്? സെയിം തിങ് വി ഷുഡ് ഡു വാട്ട് ബ്രഹ്മ ബാബ ഡിഡ്. ബ്രഹ്മ ബാബ എന്താ ചെയ്ത്? ആദ്യം വിഡ്രോ ചെയ്തു, മേ ആത്മാ പവിത്ര സ്വരൂപ്. ആ സിറ്റുവേഷൻ അതേമാതിരി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷൻ ശരിയായിട്ടൊന്നുമില്ല. വാട്ട് വി ഷുഡ് ഡു ഇസ്, ആ സമയത്താണ് മനസ്സും ബുദ്ധി വെച്ചിട്ട് മേരാ കോൺ. ആദ്യത്തെ എന്തായിരുന്നു? മാക്കോൺ. രണ്ടാമത്തെ മേ കേസി ആത്മാ. തീസറ മേ കിസ്കി ഹൂ, ഞാൻ ആരുടേതാണ്? മേ കിസ്കി ഹൂ. ഈ സഹൻ ശക്തി കൂട്ടണമെന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പം ബ്രഹ്മ ബാബ ചെയ്ത അതേ പുരുഷാർത്ഥം നമ്മൾ ചെയ്യണം. എന്താ ബ്രഹ്മ ബാബന്റെ പുരുഷാർത്ഥം? ദാദി ജാനകിജിന്റെ ഒരു ഫേമസ് ആയ മന്ത്രമാണ്. എല്ലാരും അന്വേഷിച്ച് വരാ, മേരെ ബാബ പറ, കുറച്ച് വെച്ചത് പറ. പേടിപ്പിക്കല്ല, ബാബനെ പേടിപ്പിക്കല്ല, കുറച്ച് സ്നേഹത്തോട് പറ. മേരെ ബാബ, മീഠേ ബാബ, പ്യാരെ ബാബ, ശുക്രിയ ബാബ. ഇതാണ് ബ്രഹ്മ ബാബ ചെയ്ത പുരുഷാർത്ഥം. അതേ പുരുഷാർത്ഥം നമ്മൾ ചെയ്യണം. സിറ്റുവേഷൻ അതേമാതിരി ഉണ്ട്, വിഡ്രോ ചെയ്യാം. മാക്കോൺ മേ ആത്മ, മേക്കാസി ആത്മ ലൈറ്റ് തേജ്. അപ്പൊ ഈ തേജ് കിട്ടിയ പാട് മീരെ ബാബ, അത് ആ സ്മൃതി വരണം, ആ സമയത്ത് ഓർമ്മ ഉണ്ടാവണം. മേരെ ബാബ, മീഠേ ബാബ, പ്യാരെ ബാബ, ശുക്രിയ ബാബ. ठीक है. ബ്രഹ്മബാബ അന്തിമ സമയത്ത് എന്താ പുരുഷാർത്ഥം ചെയ്തെന്ന് അറിയോ? ബ്രഹ്മബാബിന്റെ കുറച്ച് ജീവന കഹാനി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് 1967 പിന്നെ 68, 69 ബാബ 2 മണിക്ക് എണീച്ചിട്ട് യോഗം ചെയ്യാറുണ്ട്, 4 മണിക്ക് എണീച്ചിട്ട് യോഗം ചെയ്യാറുണ്ട്. പക്ഷെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ദാദിമാർ പറഞ്ഞ കഥയിൽ ഞാൻ കേട്ടതാണ്. എന്താ ചെയ്യാ? നോ മ്യൂസിക്, നോ കമന്ററി, നോ റെഡ് ലൈറ്റ്, ഒന്നുമില്ല, അബ്സല്യൂട്ട് സൈലൻസ്. ഇതാണ് ബ്രഹ്മബാബ പുരുഷാർത്ഥം ചെയ്തത്. യാതൊരു പാട്ട് വെച്ചിട്ടില്ല, മ്യൂസിക് വെച്ചിട്ടില്ല, കമന്ററി ഇല്ല, റെഡ് ലൈറ്റിന്റെ ആവശ്യമില്ല.
റെഡ് ലൈറ്റ് പരംധാമം ഉണ്ടല്ലോ. ഇതാണ് ബ്രഹ്മ ബാബ ചെയ്ത പുരുഷാർത്ഥം. എത്ര പേർക്ക് ബാബ് സമ്മാൻ ആവാൻ ആഗ്രഹമുണ്ട്? കൈ പൊക്കിയാട്ടെ. ബിക്കോസ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതും മ്യൂസിക്കും കമന്ററി ലാസ്റ്റ് ടൈമിൽ നടക്കൂല. ബിക്കോസ് ആക്ച്വൽ സിറ്റുവേഷനിൽ ആരെങ്കിലും വന്നിട്ട് മ്യൂസിക് ഒക്കെ വെച്ച് തരുക, പാട്ടൊക്കെ വെച്ച് തരുക? ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് എന്റെ സമയത്ത് കോലാഹലങ്ങളായിരിക്കും, ഫുൾ കെയോസ്, കൺഫ്യൂഷൻ, ഡിസ്ട്രക്ഷൻ. ആ സമയത്ത് സുമേഷ് ഭായി ഒന്ന് പാട്ട് വെക്ക്. സുമേഷ് ഭായി അവന്റെ പുരുഷാർത്ഥത്തിലായിരിക്കും. ഈ പാട്ടോ റെഡ് ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ആ സമയത്താണ് മനസ്സും ബുദ്ധി ടക്കായിട്ട് മേരി ബാബയിലേക്ക് പോകേണ്ടത്. അതാണ് നമ്മൾ ഇപ്പം പുരുഷാർത്ഥം ചെയ്യേണ്ടത്. കറക്റ്റ്? അപ്പൊ ഇനി കാര്യം ചെയ്യാം. നമ്മൾ അതേ മന്ത്രം വീണ്ടും ഞാൻ പറയാം. നോ മ്യൂസിക്, നോ ദിസ് വൺ, വൈറ്റ് ലൈറ്റ്. മേരെ ബാബ, ഞാൻ സ്റ്റാർട്ട് ചെയ്യും മേരെ ബാബ എന്ന്. അപ്പൊ മനസ്സും ബുദ്ധിയും മെല്ലനെ പരംധാമത്തിലേക്ക് കൊണ്ടുപോകണം. ശിവ് ബാബ പരമജ്യോതി കാണാൻ പറ്റുന്ന ഈ ജ്യോതി. സുമേഷ് ഭായി അറ്റ്ലീസ്റ്റ് ഇത്ര ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടാ, അറ്റ്ലീസ്റ്റ് ഈ സമയത്തേക്ക്. അപ്പൊ പരമജ്യോതിനെ നമ്മളത് കാണണം. റൈറ്റ്? മേരെ ബാബ, മീഠേ ബാബ, പ്യാരേ ബാബ, ശുക്രിയ ബാബ, ജ്യോതിനെ കണ്ടുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം ഇത് കാണിച്ചു തരും, പിന്നെ സുമേഷ് ഭായിന്റെ അടുത്ത് പറയും ഓഫ് ചെയ്യും. അപ്പൊ മനസ്സും ബുദ്ധി പരംധാമത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെയാണ് ജ്യോതി നമ്മൾ കാണാൻ പറ്റേണ്ടത്. മനസ്സും ബുദ്ധി വെച്ചിട്ട് കാണുന്നത്. സുമേഷ് ഭായി ഇവിടെ തന്നെ ഇരുന്നോ? രണ്ടാമത്തെ മൂന്നാമത്തെ ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി, സോറി ഫോർ ടു ഡിസ്റ്റർബ് യു. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഇത് നോക്കിയിട്ട് ചെയ്യണം, രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഇത് ഓഫ് ചെയ്യും. അപ്പൊ മനസ്സും ബുദ്ധി പരംധാമത്തിൽ. ചില സമയത്ത് മനസ്സ് ബുദ്ധിക്കുള്ള പരമജ്യോതിനെ ചില പേർക്ക്, പുതിയ കുട്ടിക്ക് അത് കാണാൻ പറ്റൂല. അതെന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അതിനെ പുരുഷാർത്ഥം ബ്രഹ്മബാബ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വാമി ഭായും ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. എത്രയാണ് ആത്മയിലെ പവിത്രത്തിന്റെ ലൈറ്റ് കൂടി 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 വരുന്നത്, അത്ര സമയം ആ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ പവിത്രത്തിന്റെ പ്യൂരിറ്റി കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സും ബുദ്ധിയിലെ ജ്യോതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ ആത്മാവ് പവിത്ര സ്വരൂപത്തിന് ടോർച്ചിന്റെ ലൈറ്റ് കൂട്ടണം. ദാറ്റ് ഇസ് എ ലിങ്ക്. ഓക്കെ? അപ്പൊ ഇപ്പം ഇത് ഹെൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പം മേരേ ബാബ, മീഠേ ബാബ, പ്യാരേ ബാബ, ശുക്രിയ ബാബ എന്ന് പറഞ്ഞ ലൈറ്റ് കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ലൈറ്റ് ഓഫ് ആക്കും. പിന്നെ മേരേ ബാബ, ഞാൻ സ്ലോ ഡൗൺ ചെയ്യേ. മേരേ ബാബ, മീഠേ ബാബ. അപ്പത്തേക്ക് ആ ജ്യോതിനെ ഇങ്ങനെ മനസ്സും ബുദ്ധി വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ മൂന്നാമത്തെ പ്രശ്നം. ഓക്കെ? എത്ര പേർക്ക് ഇത് വിഷമം തോന്നുന്നുണ്ട്? അവരൊന്ന് കൈ പൊക്കിയാട്ടെ. എത്ര പേർക്ക് ബാബ സമാൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്? കൈ പൊക്കിയാട്ടെ. എത്ര പേർക്ക് സത്യുഗത്തില് ശ്രീകൃഷ്ണൻ അടുത്ത് ജന്മം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്? ആഗ്രഹമൊക്കെ നല്ല ആഗ്രഹമാണ്. അപ്പൊ ഇത് കുറച്ച് സിമ്പിളായ പുരുഷാർത്ഥമാണ്. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നത്, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. ഓക്കെ? അപ്പൊ എത്ര സന്തോഷത്തോട് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന അത്രത്തോളം നമ്മളെ ആത്മാവ് പവിത്രമാവുന്ന അത്രത്തോളം നമ്മളെ ഭാഗ്യം ഉണ്ടാക്കുവാണ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് സച്ച്. जो करेगा सो पाएगा. ओके? थैंक यू फॉर योर कोऑपरेशन. आराम से बैठो, रिलैक्स. मेरे बाबा കണ്ണ് തുറന്നിട്ട് ആ പരമജ്യോതി പവിത്രത്തിന്റെ സൂര്യത്തിനെ നമ്മൾ കാണാൻ പറ്റണം. മീഠേ ബാബ, प्यारे बाबा, शुक्रिया बाबा. ലൈറ്റ് ഓഫ് ആക്കിക്കോളൂ. ഇനി മനസ്സും ബുദ്ധി വെച്ചിട്ട് പരംധാമത്തിൽ ആ പരമജ്യോതി പരമപ്രകാശത്തിനെ കാണണം. പവിത്രത്തിന്റെ സൂര്യമാണ്. मेरे बाबा, मीठे बाबा, प्यारे बाबा, शुक्रिया बाबा. वेरी गुड. ലാസ്റ്റ് ടൈം ചെയ്യാം. മനസ്സും ബുദ്ധി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോട് മനസ്സും ബുദ്ധിനെ നമ്മൾ പരംധാമത്തിലേക്ക് ആ പരമജ്യോതി പരമപ്രകാശത്തിൽ ഫോക്കസ് ചെയ്യണം. Here we start. ദിവ്യമായ ലോകം, ബ്രഹ്മലോകം, പരംധാം, നിർവാൺ ധാം,
മുക്തിധാം, അവിടെ തിളങ്ങുന്ന സുപ്രീം ലൈറ്റ് ശിവ് ബാബ. മേരെ ബാബ, मीठे बाबा, प्यारे बाबा, शुक्रिया बाबा. ഓം ശാന്തി. എല്ലാവരും കൈ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. ശ്രേഷ്ഠമായ ഭാഗ്യം നോക്കിക്കൊണ്ടിരിക്കുക. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ലോട്ട്സ് ഓഫ് സക്സസ്. ശരിക്കും പറഞ്ഞ ഈ അഷ്ടശക്തികളിൽ ഫസ്റ്റ് 4 ശക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഫൗണ്ടേഷൻ ആണ്. പിന്നെ ബാക്കി 4 ശക്തികൾ തന്നെ ടക്ക് 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 ആയിട്ട് വരും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, തിയറി നമ്മൾ എല്ലാവരും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് പ്രാക്ടിക്കൽ ആയിട്ട് ഈ മൊത്തം വർഷം നമ്മളിത് ചെയ്യാൻ നോക്കണം. എല്ലാ എക്സാമിലും നമ്മൾ പാസ്സാവണം. പാസ്സാവണം എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ നമ്മുടെ അനുസരിച്ച് വരണം എന്നല്ല, പക്ഷെ ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആവാൻ പാടില്ല. 3 ശക്തി. 4ാമത്തെ ശക്തിയിലേ വരുവാണ്. അപ്പൊ ഫസ്റ്റ് ശക്തി is withdraw, मैं कौन. सेकंड स्टेप, मैं आत्मा कैसी हूं. थर्ड स्टेप, मैं आत्मा किसकी हूं, मेरा बाबा. 4ാമത്തെ എന്താണ്? നദി, സമാനെ की ശക്തി. അപ്പൊ ഈ നദി എന്താ ചെയ്യുക? നദിയിൽ കുറെ അഴുക്കൊക്കെ ഉണ്ടാവും. ഈ നദി, പുഴ എന്ന് പറഞ്ഞാൽ ഒഴുകി ഒഴുകി ഒഴുകിയിട്ട് സാഗരത്തിലൊക്കെ മിക്സ് ചെയ്യും. സാധാരണ നമ്മൾ ഈ രാജയോഗത്തിൽ അങ്ങനെയല്ലേ പറയാറില്ലേ? ഈ നദി കുറെ അഴുക്കൊക്കെ കൊണ്ടുവന്നിട്ട് സാഗരത്തിലേക്ക് മിക്സ് ആവണം. അപ്പൊ നമുക്ക് ആ അഴുക്കൊന്നും കാണാൻ പറ്റില്ല. അതിനാണ് നമ്മൾ സമാനേക്ക് ശക്തി എന്ന് പറയുന്നത്. സമാന, ദ പവർ ടു അക്കോമഡേറ്റ്. മലയാളത്തിൽ എന്താ പറയും? ഉൾക്കൊള്ളാം. ആ സമയത്ത് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പം ആ സിറ്റുവേഷനെ കാട്ടി കൂടുതൽ എങ്ങനെയാ നമ്മൾ പവർഫുൾ ആവുക? നമ്മുടെ ഈ മനസ്സിലെല്ലാ കാര്യങ്ങളും ആരുടെങ്കിലും നമുക്ക് തുറന്ന് പറയാൻ പറ്റണം. എങ്ങനെയാ നദി സാഗരത്തിലേക്ക് മിക്സ് ആവുന്നത്? അപ്പൊ അഴുക്ക് ഓട്ടോമാറ്റിക്കലി സാഗരം അത് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ മാതിരി അത് ഒബ്സോർബ് ചെയ്യും. അപ്പൊ അതേമാതിരി ആ സിറ്റുവേഷൻ നമ്മൾ ഇഫക്റ്റ് ചെയ്യൂലെന്നല്ല, ആ ഇഫക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ വേണം. അപ്പൊ അത് ബാബയാണ്. ബിക്കോസ് ഫസ്റ്റ് 2 ശക്തികൾ എ ഫോർ ആത്മ, 3ാമത്തെ 4ാമത്തെ ശക്തി ബി ഫോർ ബാബ. അപ്പൊ മേരെ ബാബ, മീഠേ ബാബ, പ്യാരേ ബാബ, ശുക്രിയ വന്ന പരംധാമത്തിലേക്ക് മനസ്സും ബുദ്ധി കൊണ്ടുപോയി. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എത്ര സമയം വേണം? 1 സെക്കൻഡ്. ഇതൊരു സെക്കൻഡിന്റെ കളിയാണ്. അതുകൊണ്ടാണ് ബാബ പറയാറുണ്ട്, നിങ്ങളുടെ എക്സാം 1 സെക്കൻഡിന്റെ എക്സാം ആയിരിക്കും. ആ സിറ്റുവേഷൻ വരുമ്പോ മേ ആത്മ പവിത്ര മേരെ ബാബ, ടക് ടക് ടക്. ഒരു സെക്കൻഡിന്റെ എക്സാം ആണിത്. വലിയൊരു 3 മണിക്കൂറിന്റെ എക്സാം ഒന്നുമല്ല. അപ്പൊ 4ാമത്തെ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നദി സാഗരത്തിലേക്ക് സമാറെ ഉസി സമയപ്പർ. അപ്പൊ നമ്മുടെ ഈ സിറ്റുവേഷൻ എല്ലാം വരുന്ന എവിടെയാണ്? ഈ സാകാരമായ ലോകത്തില്. അവിടെയാണ് ബാബേനടുത്ത് 3 സംബന്ധം നമ്മൾ ചേർക്കേണ്ടത്. That is relationship. तो मैं कौन हूं? मैं आत्मा हूं. मैं आत्मा कैसी हूं? मैं आत्मा पवित्र स्वरूप हूं. मैं आत्मा किसकी हूं? ഞാൻ ആരുടേതാണ്? मेरे बाबा. मेरा कौन है? അപ്പൊ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, मैं बाबा की बाबा मेरे. അവിടെയാണ് ഈ 4ാമത്തെ സ്റ്റെപ്പില് ഞാൻ ആത്മാരൂപി നദി, ബാബ സാഗരമായ ഇതിൽ നമ്മൾ അക്കോമോഡേറ്റ് ചെയ്യാൻ പറ്റും. 3 സംബന്ധം. The first സംബന്ധം is പരംപിത. 2ാമത്തെ റിലേഷൻഷിപ്പ് ആണ് പരം ശിക്ഷക്. 3ാമത്തെ സംബന്ധമാണ് പരം സദ്ഗുരു. ഇതാണ് ബ്രഹ്മബാബ ചെയ്ത പുരുഷാർത്ഥം. ആദ്യം ശിവ് ബാബ നിങ്ങളെ അച്ഛനാണ്, ഞാൻ നിങ്ങളുടെ കുട്ടിയാണ്. റൈറ്റ്? മേരാ കോൺ ഹെ? മേരാ പിത ഹെ. 2ാമത്തെ ശിവ് ബാബ എന്റെ പരമശിക്ഷകനാണ്. അപ്പൊ ബ്രഹ്മബാബ എന്തായിട്ട് മാറി? ഐ എം എ ഗോഡ്ലി സ്റ്റുഡന്റ്. ഞാൻ സ്റ്റുഡന്റ് ആണ്. ബാബ ആപ് മേരെ സദ്ഗുരു ഹോ. അപ്പൊ ബ്രഹ്മബാബ എന്തായിട്ട് മാറി? मैं राज ऋषि हूं, विश्व महाराजन बनने वाला हूं. ഇത് സ്മൃതിയാണ്.
അപ്പൊ ഈ 3 റിലേഷൻഷിപ്പ്, പിത, ശിക്ഷക്, സദ്ഗുരു, ഇത് എപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ആ സിറ്റുവേഷൻ വരുമ്പോ പെട്ടെന്ന് നമുക്ക് അച്ഛനെ കാണാൻ പറ്റണം. എങ്ങനെ അച്ഛനെ കാണുക? ശിവ് ബാബ ഇൻ ബ്രഹ്മ ബാബ. മനസ്സും ബുദ്ധിയായിട്ട് ബ്രഹ്മബാബനെ കാണാൻ പറ്റണം. ബ്രഹ്മബാബക്ക് ആ സിറ്റുവേഷനിൽ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ ബ്രഹ്മബാബയും ശിവ് ബാബനെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. അതേമാതിരി ശിവ് ബാബ ഇൻ ബ്രഹ്മ ബാബ ഫരിഷ്ത സ്വരൂപിനെ കാണും, അച്ഛനായിട്ട് കാണണം. ബ്രിക്കുട്ടിനെ നടുക്ക് അവ്യക്ത് ബാബ് ദാദ, ഇവരാണ് ബാബ് ദാദ എന്ന് പറയുന്നത്. കറക്റ്റ്. പിത്ത, അപ്പൊ ഞാൻ കുട്ടിയാണ്. കറക്റ്റ്. അവര് ടീച്ചറാണ്, ഞാൻ ഗോഡ്ലി സ്റ്റുഡൻ്റ് ആണ്. അവര് സദ്ഗുരുവാണ്, ഞാൻ രാജ് ഋഷിയാണ്. മനസ്സും ബുദ്ധി വെച്ചിട്ട് ഈ 3 സംബന്ധം കാണണം. അതും ഓരോരോ സെക്കൻഡിന്റെ കളിയാണ്. അച്ഛൻ എന്ന് പറഞ്ഞ പാട് അച്ഛൻ പെട്ടെന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു ആ സമയത്ത്. ടീച്ചർ എന്ന് പറഞ്ഞ പാട് ടീച്ചർ നിങ്ങൾക്ക് ആ വഴി കാണിച്ചു കൊടുക്കും. ബച്ചേ ഏ കറോ ഏ നീ കറോ. സദ്ഗുരു എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സദ്ഗുരു വരദാനം തരും. ഒരു സെക്കൻഡിന്റെ കളിയാണ്, 4ാമത്തെ സെക്കൻഡ്. ആ സമയത്ത്, ആ സിറ്റുവേഷനിന്റെ സമയത്ത് അച്ഛൻ ഓർമ്മ വരണം, ടീച്ചർ ഓർമ്മ വരണം, സദ്ഗുരു ഓർമ്മ വരണം. കറക്റ്റ്. അതിനു വേണ്ടിയിട്ട് എന്ത് യോഗമാ ചെയ്യേണ്ടത്? മനസ്സും ബുദ്ധി വെച്ചിട്ട് നമ്മളിപ്പം മധുബനിലേക്ക് പോവാം. ഫസ്റ്റ് മധുബനില് റൈറ്റ് 4 ധാം ഉണ്ട്. ആദ്യം പോണ്ടത് ബാബേന്റെ ആ ബാബ കമറയില്. അവിടെ അവര് ചെയ്യുന്നത് അച്ഛന്റെ റോളാണ്. മനസ്സും ബുദ്ധി വെച്ചിട്ട് 1936 മുതൽ 1969 വരെ ശിവ് ബാബ ത്രൂ ബ്രഹ്മ ബാബ അച്ഛന്റെ എങ്ങനെയാ പാലന ചെയ്തത്, ഞാൻ ഇവിടെ കണ്ണൂരിലെ ഈ പീസ് പാലസിൽ ഇരുന്നിട്ട് ഞാനത് ഫീൽ ചെയ്യണം. ആ ബാബേന്റെ ആ കമറയിൽ പോകണം. ചില പുതിയ കുട്ടികൾ ഉണ്ടാവും, മനസ്സും ബുദ്ധി വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും പോവാം. കറക്റ്റ്. രണ്ടാമത്തെ ഇമ്മീഡിയറ്റ്ലി അവിടുന്ന് എണീക്കുക, ഹിസ്റ്ററി ഹാളിലേക്ക് പോവാം. ആ ഹിസ്റ്ററി ഹാളില് ശിവ് ബാബ ത്രൂ ബ്രഹ്മ ബാബ ഒരു സുപ്രീം ടീച്ചറായിട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഗോഡ്ലി സ്റ്റുഡൻ്റ് ആണ്. മേരാ കോൺ മേരാ ആപ്പോ. ഈ സ്മൃതി ആക്ച്വൽ എക്സാമ്പിൾ നമുക്ക് അത് മനസ്സിലാക്കണം. മൂന്നാമത്തെ, മനസ്സും ബുദ്ധി വെച്ചിട്ട് മെല്ലനെ നമ്മൾ കുട്ടിയിലേക്ക് പോകണം. അവിടെ സദ്ഗുരു ആയിട്ട് ഞാൻ രാജ് ഋഷി, അവിടെ ബാബ ബാബ് ദാദ നമുക്കിങ്ങനെ വരദാനം തരും. വിജയ് ഭവ്, സൗഭാഗ്യശാലി ഭവ്. റൈറ്റ്. എത്ര വരദാനം ആണെങ്കിലും എടുക്കുക. ഇതാണ് മനസ്സും ബുദ്ധി വെച്ചിട്ട് യാത്ര ചെയ്യുന്നത്. അച്ഛനും ടീച്ചറും സദ്ഗുരു നമുക്ക് ഈ സാകാര ലോകത്തിൽ ആവശ്യമാണ്. നമ്മുടെ ഡേ ടു ഡേ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ്. ബിക്കോസ് ശിവ് ബാബ നമ്മുടെ ടീച്ചറുമാണ്, കൗൺസിലറാണ്, മെന്ററാണ്, ഗൈഡാണ്, സൈക്കോളജിസ്റ്റ് ആണ്, ഡോക്ടറാണ്. പക്ഷെ അവര് മൊത്തം നമ്മുടെ ലൈഫിന് ഡയറക്ഷൻ കൊടുക്കുന്ന ഈ ഒരു 3 റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്. കറക്റ്റ്. അപ്പൊ നമുക്ക് എല്ലാവരും ചെയ്യാം. ഫസ്റ്റ് മനസ്സും ബുദ്ധി വെച്ചിട്ട് നമ്മൾ എവിടെയാ പോകുന്നത്? ബാബേന്റെ റൂമില്. പിന്നെ അവിടുന്ന് പോകുന്നത് ഹിസ്റ്ററി ഹാളിൽ, ടീച്ചറും സ്റ്റുഡൻറ്. മൂന്നാമത്തെ അതിനു മുമ്പ് എല്ലാവരും ഒന്ന് എണീച്ചാട്ടെ. കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആവട്ടെ. എല്ലാരും ഒന്ന് ഇങ്ങനെ ചെയ്. ഹലോ ഹലോ ഹലോ, ഒരു പ്രാവശ്യം മതി, കൂടുതൽ ഒച്ചപ്പോ. കൈ താഴെ. ബാബനെ നല്ല മീറ്റ കുട്ടികൾ തുടങ്ങിയാ പിന്നെ എഞ്ചിൻ സ്റ്റോപ്പ് ആവില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? തീരെ ഒച്ച ആക്കാൻ പാടില്ല. ഓക്കെ, എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കൊണ്ടിരിക്കാൻ. ഇപ്പൊ ചെയ്യണ്ട. 1 ഇങ്ങനെ ചെയ്യണം. അത് നോക്ക്. മെല്ലനെ വിത്തൗട്ട് നോയ്സ് ടച്ച് ചെയ്യണം. മനസ്സും ബുദ്ധി വെച്ചിട്ട് പരംധാമത്തിലേക്ക് ടച്ച് ചെയ്യണം, ഫീൽ ചെയ്യണം. പിന്നെ മെല്ലനെ बाबा से ज्ञान गुण और शक्तियां धीरे धीरे मुझ में आ रही है. ओके, विदाउट नॉइस. മനസ്സും ബുദ്ധി വെച്ച് ചിത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഹിയർ വി ഗോ. 1 2. വെരി ഗുഡ്. നല്ല കുട്ടികൾ, ബാബന്റെ കുട്ടികൾ. യെസ്. ഇനി വീണ്ടും ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സും ബുദ്ധി വെച്ചിട്ട് ഫീൽ ചെയ്യണം. ശിവ് ബാബനെ ഞാൻ ടച്ച് ചെയ്യാണ്,
Shiv Baba മെല്ലനെ താഴത്തേക്ക് വരുവാണ്. And Shiv Baba through Brahma Baba is playing the role of Achan, teacher and Sadguru. Babanella positive vibrations, ज्ञान गुण और शक्तियां मुझ आत्मा तक पड़ रही है. Here we go. 1. Very good. മനസ്സും ബുദ്ധി വെച്ചിട്ട് Shiv Babane touch ചെയ്യാ. Yes. Shiv Babane അടുത്ത് ജ്ഞാൻ ഗുണൻ ശക്തിയുടെ vibrations. Yes. രണ്ട് കൈ ഫ്രണ്ടിലേക്ക് വെക്കുക. ശ്രേഷ്ഠമായ ഭാഗ്യം കാണുക. രണ്ട് കൈ കൂട്ടിച്ചേർക്കുക. വീണ്ടും കൈ കൂട്ടി വെക്കുക. അപ്പുറത്തിപ്പുറത്ത് നോക്കുക. ദൃഷ്ടി കൊടുക്കുക. കുറച്ചൊന്ന് തിരിഞ്ഞിട്ട് ഫുൾ 360 ഡിഗ്രി തിരിഞ്ഞിട്ട് വരിക. മൊത്തം ലോകത്തിൽ വൈബ്രേഷൻ കൊടുക്കുക. ഉറക്കത്തിന്റെ വൈബ്രേഷൻ അല്ല, ശാന്തിയും ശക്തിയും. ക്ലോക്ക് വൈസ് തിരിയണേ. സ്വദർശന ചക്രം. വീണ്ടും ഫ്രണ്ടിൽ ക്ലോക്ക് വൈസ്. സത്യുഗം പറയുമ്പം സത്യുഗം, ത്രേത, ദ്വാപര, കലിയുഗം പറയുമ്പം റൗണ്ട് ഒക്കെ ചെയ്യണം. വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സത്യുഗം, ത്രേത, ദ്വാപർ, കലിയുഗം പറയുമ്പോൾ തിരിച്ചെത്തണേ. കലിയുഗം, സംഗം യുഗം, സ്ട്രേറ്റ്. ലാസ്റ്റ് ഒന്നോടി സത്യുഗം, പോലോ നമ്മുടെ യാതൊരു കണക്ഷൻ. താങ്ക് യു സുമേഷ് ഭായി. അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണോ ജനറേറ്റർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വിൽ താങ്ക് ബോത്ത് ഓഫ് ദം. ലൈറ്റ് പോയി പെട്ടെന്ന് എന്തിനാ പോയത്, എന്ത് ചെയ്യും? ആ ഒരു സങ്കല്പത്തിന് നമ്മൾ മെല്ലനെ സ്റ്റോപ്പ് ചെയ്യണം. അത് ചെയ്യേണ്ട ഒരു കഴിവാണ് the 5th and the 6th power. ഇതാണ് കഴിവ്. ലൈറ്റ് പോയ പാടി ക്യോ ഗയാ ലൈറ്റ്? അതെന്തെങ്കിലും ഉത്തരം ഉണ്ടോ? ഉത്തരം അറിഞ്ഞിട്ട് സ്വാമി ഭായി എന്താ ചെയ്യാൻ പോകുന്നത്? ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എന്റെ പരിചയമുണ്ട്? നോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് ക്യോ ഗയാ? ഇറ്റ്സ് എ ഡിസ്റ്റർബൻസ്. ഇറ്റ്സ് എ ഡിസ്റ്റർബ്ഡ് എനർജി ഫ്ലോ. അതാണ് അഞ്ചാമത്തെ ആറാമത്തെ ശക്തി. അഞ്ചാമത്തെ ശക്തി എന്താണ്? the power to discriminate. പിന്നെ ആറാമത്തെ ശക്തി the power to make a judgment. the power to discriminate. മോതിരം തട്ടാൻ. the power to judge. നിർണയം ചെയ്യേണ്ട ശക്തി. എ എന്ന് പറഞ്ഞാൽ ആത്മാ. രണ്ട് ശക്തി കണക്ട് ചെയ്തു. ബി എന്ന് പറഞ്ഞാൽ ബാബ. मैं किसकी, मेरा कौन. ഇനി മൂന്നാമത്തെ സെറ്റാണ് സി ഫോർ കണക്ഷൻ. ഈ സി ഫോർ കണക്ഷൻ ചെയ്യുന്ന ആത്മാവിന്റെ രണ്ട് ഫാക്കൽറ്റിയാണ് മനസ്സും ബുദ്ധിയും. പറഖന ചെയ്യുന്നത് മനസ്സാണ്. നിർണയം ചെയ്യുന്ന ആത്മാ ബുദ്ധി വെച്ചിട്ടാണ് ചെയ്യുന്നത്. സി ഫോർ കണക്ഷൻ. ഇവിടെ ബ്രഹ്മബാബ എന്താ പുരുഷാർത്ഥം ചെയ്തത്? ബ്രഹ്മബാബന്റെ പുരുഷാർത്ഥം ഇതായിരുന്നു. ബ്രഹ്മബാബന്റെ ഈ പുരുഷാർത്ഥം നോളേജിൽ വരുന്ന മുമ്പേ പുരുഷാർത്ഥമായിരുന്നു. ബ്രഹ്മബാബന് കുറെ ഡയറി എഴുതാറുണ്ട്. അപ്പൊ ഡയറിയിൽ ബാബ നോളേജിൽ വരുന്ന സമയത്ത്, ആ സമയത്ത് ആത്മാവിന്റെ നോളേജ്, പരമാത്മാവിന്റെ നോളേജ് ഒന്നുമില്ല. ബ്രഹ്മബാബ ഭക്തി മാർഗത്തിലായിരുന്നു. പക്ഷെ ബ്രഹ്മബാബ എപ്പം മനസ്സ് വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഹേ മൻ, ആപ് മേരെ ബഹുത് അച്ഛേ ദോസ്തോ. മനസ്സ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. മനസ്സ്, ഞാൻ പറയുന്ന എന്തുകൊണ്ട് മനസ്സ് കേൾക്കുന്നില്ല? ഇതായിരുന്നു ബ്രഹ്മബാബന്റെ ഭക്തി മാർഗത്തിലുള്ള പുരുഷാർത്ഥം. സാധാരണ ഭക്തി മാർഗത്തിലെ മനസ്സിന് വേണ്ടിയിട്ട് എന്താ പറയാറില്ലേ? മൻ ചഞ്ചൽ ഹേ, മൻ ഘോഡ ഹേ, മൻ ബന്ദർ ഹേ. പക്ഷെ നോളേജിൽ വരുന്ന മുമ്പ് ബ്രഹ്മബാബ ഡയറിയിൽ എഴുതിയതാണ്, ഹേ മേരെ മൻ മന്ത്രി. അപ്പൊ ഇനി നമ്മള് ബാബ് സമാൻ ആവാൻ വേണ്ടിയിട്ട് ഓരോരോ സങ്കല്പം വരുമ്പം ആ മനസ്സിനെ വളരെ സ്നേഹത്തോട്, സാധാരണ നമ്മൾ പറയാറുണ്ട് മനസ്സിൽ പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും വരാറുണ്ട്. ഇതുവരെ വന്നു. പക്ഷെ ബാബ എന്താ ചെയ്തത്? നെഗറ്റീവ് തോട്ട്സ് വരാൻ വേണ്ടിയിട്ട് മാർജിനെ തന്നിട്ടില്ല. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അത് ഹഠയോഗിയായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. വളരെ സ്നേഹത്തോട്, മനസ്സ് വളരെ ലൈറ്റ്, ഹൽക്ക, ഡിസ്റ്റർബൻസ് ഇല്ല. ബുദ്ധി
full of might. Light and might. മനസ്സ് ലൈറ്റ്. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ഡിസ്റ്റർബൻസ് വരിക. അപ്പം ലൈറ്റ്, ബുദ്ധി ദിവ്യമാണ്, മൈറ്റ്. ഇതാണ് ബ്രഹ്മബാബ ചെയ്ത പുരുഷാർത്ഥം. കറക്റ്റ്. അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ശാന്തി സ്തംഭ്. ഇതാണ് ശാന്തി സ്തംഭ്. ബ്രഹ്മബാബ സമ്പൂർണ്ണമായിട്ട്, അതുകൊണ്ട് പാണ്ഡഭവനിൽ പോയ 4ാമത്തെ वो धाम है ശാന്തി സ്തംഭ്. അത് ശരിക്കും മനസ്സും ബുദ്ധിന്റെ ഇതാണ്. ദ ടവർ ഓഫ് പീസ്, ദ ടവർ ഓഫ് മൈറ്റ്, ദ ടവർ ഓഫ് പ്യൂരിറ്റി. നമ്മുടെ മനസ്സും ബുദ്ധി ഇതേ ടവർ മാതിരി സ്ഥിർ होना चाहिए. ഓക്കെ. അപ്പൊ ഒരു മിനിറ്റിൽ നമ്മുടെ മനസ്സും ബുദ്ധി എടുത്തിട്ട് ആ ടവറിലേക്ക് പോവാം. അവിടെ മനസ്സിനെ വളരെ, ബ്രഹ്മബാബ എങ്ങനെയാ മനസ്സിനടുത്ത് സംസാരിക്കണം അതേമാതിരി നമ്മൾ നമ്മുടെ മനസ്സിനടുത്ത് സംസാരിക്കണം. हे मन आप मेरे बहुत अच्छे दोस्त हो. हे बुद्धि, बाबा की किरणों से अब बहुत दिव्य बन गए हो. करेक्ट. റിലാക്സ്. മനസ്സും ബുദ്ധി വെച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ ചെയ്യാറില്ലേ? ഈ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് വളരെ ലൈറ്റായിരിക്കണം, ബുദ്ധി വളരെ ദിവ്യമായിരിക്കണം. ഒരു സെക്കൻഡിൽ മനസ്സും ബുദ്ധിയും മധുബനിലേക്ക് കൊണ്ടുപോവുക. ശാന്തി സ്തംഭന് മുമ്പിൽ. പ്യാരെ ബ്രഹ്മബാബ എന്ത് പുരുഷാർത്ഥമാ ചെയ്തത് അതേമാതിരി എനിക്കും ചെയ്യണം. ബിക്കോസ് ഞാൻ ബാബയുടെ കുട്ടിയാണ്. मैं ആത്മാരൂപി രാജ, ബ്രുക്കുട്ടിനെ നടുക്ക് തിളങ്ങുന്ന നക്ഷത്രം. ബാബയുടെ അടുത്ത് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും. ഹേ മനസ്സ്, ഓ മൈ ഡിയർ മൈൻഡ്, യു ആർ മൈ വെരി ഗുഡ് ഫ്രണ്ട്. മനസ്സ് വളരെ ലൈറ്റ്. മനസ്സിൽ വരുന്ന സങ്കല്പങ്ങളുടെ ക്വാണ്ടിറ്റി quantity of thoughts is coming down and quality of thoughts is becoming pure. മനസ്സ് ലൈറ്റ്, ബുദ്ധി ദിവ്യമായിട്ട് മാറുവാണ്. ബാബ സമാൻ मैं शांति स्तंभ, लाइट हाउस और माइट हाउस. എങ്ങനെയാണ് ബ്രഹ്മബാബ എല്ലാ സിറ്റുവേഷനിൽ സ്റ്റേബിൾ ആയത് അതേമാതിരി എൻ്റെ ജീവിതത്തിലെ എല്ലാ സിറ്റുവേഷൻസ് വരുമ്പം എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി നിങ്ങൾ അതേമാതിരി സ്റ്റേബിൾ ആയിരിക്കണം. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓക്കെ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ സി ഫോർ കണക്ഷൻ. ആൻഡ് ലാസ്റ്റ്, മനസ്സും ബുദ്ധിയും വളരെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഡി ഫോർ ഡ്രാമ. നത്തിങ് ന്യൂ. ഡ്രാമയിൽ ഓരോരോ സീൻ വരുമ്പം ഇറ്റ് ഈസ് നത്തിങ് ന്യൂ. റൈറ്റ്. ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച ഇതേ അനുഭവം ഞാൻ തളിപ്പറമ്പിൽ ഷെയർ ചെയ്തായിരുന്നു. ഈ അനുഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അനുഭവമാണ്. ഡ്രാമേൻ്റെ ഓരോരോ സീൻ വരുമ്പം. ഓക്കെ. കുറച്ച് വർഷങ്ങൾ മുമ്പ് എനിക്ക് നേപ്പാളിൽ ഒരു സേവക്ക് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് അറൌണ്ട് 2002. എനിക്ക് കറക്റ്റായ വർഷം ഓർമ്മയില്ല. അപ്പം അവിടെ എല്ലാം പ്ലാൻ ചെയ്തു. നേപ്പാളിൽ പോയിട്ട് ഒരു 10-20 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. അപ്പം പെട്ടെന്ന് അവിടുന്ന് ഒരു ന്യൂസ് വന്നത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു.
പെട്ടെന്ന് അവിടെ ന്യൂസ് വന്നത്, നമ്മളെല്ലാവരും ന്യൂസ് കേട്ടത്, നേപ്പാളിന്റെ രാജാവിന്റെ കൊട്ടാരത്തിൽ എന്തോ ഫയറിംഗ് നടന്നു. രാജാവും റാണിയും അവനെല്ലാം രാജ്കുമാർ എല്ലാം കുറേ പേര് മരിച്ച ഒരു ന്യൂസ്. അപ്പൊ മൊത്തം നേപ്പാളിൽ ഭയങ്കര കൂടുതൽ കെയോസ്, കൺഫ്യൂഷൻ, ഭയങ്കര കൂടുതൽ വയലൻസ് ആയിരുന്നു. അപ്പൊ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ പ്രോഗ്രാം നടക്കോ ഇല്ലോ എന്ന് ചെറിയൊരു സങ്കല്പം വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ നേപ്പാളിന്റെ അവിടുത്തെ ദീദീനെ ഫോൺ ചെയ്തു. എനിക്ക് ദീദി ഇനിയിപ്പോ എന്താ പ്രോഗ്രാം ഉണ്ടാവുമോ? അപ്പൊ ദീദി പറഞ്ഞു, സ്വാമി ഭായ് നിങ്ങളുടെ പ്രോഗ്രാം 2 മാസം കഴിഞ്ഞിട്ടാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 മാസം ആകുമ്പോഴത്തേക്ക് എന്താ സിറ്റുവേഷൻ ആണെന്ന് അറിയില്ല. അപ്പം ഇപ്പം നമ്മൾ തൽക്കാലം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല, വി വിൽ സീ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനും സങ്കല്പം സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര കൂടുതൽ കൺഫ്യൂഷൻ, എപ്പം നോക്കിയ ഹർത്താലും ബന്ധും വയലൻസും അടിയും പിടിയും. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തിട്ടില്ല. ട്രിപ്പിന്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ദീദി എന്താ അവിടുത്തെ സിറ്റുവേഷൻ? പറഞ്ഞു, സ്വാമി ഭായ് നിങ്ങൾ എത്ര വിളിച്ചിട്ടാണ് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം വരുന്നത്. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്ത് പ്രോഗ്രാം ഏതാനും ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ബാബേന്റെ കുട്ടികൾക്ക് ബാബേന്റെ വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഭട്ടിയൊക്കെ ചെയ്യാം. പിന്നെ പബ്ലിക് പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ ചെയ്യാം. ചില സ്ഥലത്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം. ഏതായാലും നിങ്ങൾ വരുമോ? ഏതായാലും ദീദി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ഏതായാലും പോവാം. അപ്പൊ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു, ബാഗ്ഡോഗ്രയിൽ ലാൻഡ് ചെയ്തു. ബാഗ്ഡോഗ്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ് ഈ ബാഗ്ഡോഗ്ര എയർപോർട്ട്. അപ്പൊ ബാഗ്ഡോഗ്രന്ന് പുറത്ത് വന്നു. അപ്പൊ നമ്മുടെ നേപ്പാളിലെ ഒരു അജയ് ഭായ് എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഗുൽദസ്തൊക്കെ എടുത്തിട്ട് എനിക്ക് തന്നു. സ്വാമി ഭായ് വെൽക്കം ടു നേപ്പാൾ. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, സ്വാമി ഭായ് ഇന്നും മൊത്തം ഹർത്താലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഇവിടുന്ന് എത്ര ദൂരാണ് നമ്മുടെ സെന്ററിലേക്ക്? ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ബോർഡറിലേക്കാണ്. അതുവരെ നമ്മുടെ ഒരു വണ്ടി ഇവിടെ ഇന്ത്യന്റെ വണ്ടിയാണ്. അവിടുന്ന് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം. അവിടുന്ന് ഒരു 3-4 മണിക്കൂറിന്റെ യാത്രയാണ് സെന്ററിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹർത്താലിലൊക്കെ ബന്ധൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ പോവാ? അപ്പൊ അവർ പറഞ്ഞു, സ്വാമി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വണ്ടി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അജയ് ഭായിന്റെ അടുത്ത് ചോദിച്ചു, രാജാവിന്റെ റത്തിലേക്കറായേക്കാ? രഥം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ രഥം കൊണ്ടുവന്നു. ഇനി സ്വാമി ഭായ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. ഈ സ്പെഷ്യൽ വണ്ടി റത്തിലേക്കറായ നീ ആ പാവത്തു സൈ ആ പരാമസേ ചാവുകയും. അപ്പൊ ഇതെല്ലാം ഓക്കെ, സസ്പെൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു രഥമായിരിക്കും എന്തെങ്കിലും ആയിരിക്കും, നോക്കട്ടെ. അപ്പൊ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അവിടുത്തെ വരെ പോയി. അവിടുന്ന് ലഗേജ് ഒക്കെ പുറത്ത് വെച്ച് 2-3 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അജയ് ഭായിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഹലോ कौन सा स्पेशल गाड़ी? अरे देखो तो स्वामी भाई, राजा का रथ लेकर, अरे देखो ना उससे अच्छा है. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത പാട് അവിടെ ഞാൻ വണ്ടി കണ്ടു. എന്താ കണ്ടത്? ഒരു നല്ല പുതിയ ആംബുലൻസ്. അപ്പൊ ഞാൻ അജയ് ഈ രാജാ തന്നെ സ്വാമി ആംബുലൻസ് കോയി ഡിസ്റ്റർബ് നീ ഹോഗാ. പിന്നെ ഞാൻ കയറുമ്പോഴത്തേക്ക് ആദ്യത്തെ പ്രാവശ്യം സ്വാമി ഭായ് ആംബുലൻസിൽ കയറുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വൈറ്റ് ഷീറ്റ് ഒക്കെ ഇട്ട് തലണ്ണൊക്കെ വെച്ചിട്ട് അജയ് ഭായിന്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ഭായ് 4 घंटे का यात्रा होगा, आप आराम से लेट कर जाना. ഏതായാലും രാവിലെ മുതൽ തന്നെ ബോംബെയിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ഭയങ്കര ടയർഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഏതായാലും ജീപ്പിലും കാറിലൊക്കെ ഇരുന്നിട്ട് പോണം, ഇത് ജീപ്പ് ആംബുലൻസിൽ കടന്നിട്ട് പോകാല. സുഖമായിട്ട് സ്വാമി ആദ്യത്തെ പ്രാവശ്യം ആംബുലൻസിൽ കയറുന്നു, കടന്നിട്ട് വിട്ടു. അപ്പൊ അജയ് ഭായ് പറഞ്ഞു, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാം, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, ഹർത്താലും ബന്ധാണല്ലോ, അപ്പൊ ഒന്നും വണ്ടി ഓടുന്നില്ല, ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ മാനേജ് ചെയ്യും. അപ്പൊ ഞാൻ ആയിക്കോട്ടെ. അപ്പൊ ഈ ആംബുലൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ ഈ ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഈ അജയ് ഭായും അവർ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഞാൻ കേൾക്കുന്നുണ്ടാകുന്നേ. അപ്പം ക്യോ ആജ് ഹർത്താൽ ബന്ദ് ഹൈ, എങ്ങനെയാ ആംബുലൻസ് കൊണ്ടുപോകുന്നത്? അപ്പൊ ഈ അജയ് ഭായ് പറയുന്നത്, ബിമാർ ഹേ. ഈ കിടക്കുന്ന ആള് ഭയങ്കര ബിമാർ എന്ന് പറഞ്ഞാൽ രോഗിയാണ്. അപ്പൊ അവരിങ്ങനെ തർക്കിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇന്ന് ബർന്നാണ്, ഹർത്താലാണ്, എന്തുകൊണ്ട് പോകുന്നത്? ഇനി ബഹുത് ബിമാർ ഹേ പ്ലീസ് ചോട് ദോ. അപ്പൊ കുറെ തർക്കിച്ചിട്ട് ഓക്കെ ജാനേതോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും കുറെ ആൾക്കാർ. ഈ അജയ് ഭായ് അവന്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടിയും എലിവേറ്റഡിലേക്ക് കൊണ്ടുപോകണം. നേരത്തെ എന്താ പറഞ്ഞേ? ബിമാറാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? മർനേ വാലാ ഹേ, മരിക്കാൻ പോവാണ്. ഈ മരിക്കാൻ പോകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര ദയാഭാവം. മർനേ വാല ജാओ. കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറെ ആൾക്കാർ. ഇപ്പൊ അജയ് ഭായ് ബാപ് സമാൻ ബുദ്ധിശാലി ആയിക്കൊണ്ടിരിക്കുവാണ്. അജയ് ഭായ് എന്താ, മർ ഗയാ ഹൈ, ഡെഡ് ബോഡി, ശവം. ഇത് കേട്ടപാട് ആൾക്കാർക്ക് യാതൊരു ഒപ്പോസിഷൻ ഇല്ല. ഡെഡ് ബോഡിക്കോ ക്യാ റോക്കല, ജാനേ ദോ. ഈ 3 സിറ്റുവേഷൻ ആണ് സ്വാമി ഭായ് ഈ ആംബുലൻസിനകത്ത് കടന്നിട്ട് ഞാൻ അനുഭവിക്കുന്നത്.
ഞാൻ എന്താ കണ്ടതറിയാം? പുറത്തിറങ്ങിയ പാട് ഞാൻ അജയ് ഭായിന്റെ അടുത്ത് ചോദിച്ചു, मैं तो जीवित था, तुमने मुझे शव क्यों बनाया? ഞാൻ വളരെ ജീവിച്ചായിരുന്നു, നിങ്ങൾ എന്തിനാ എന്നെ ശവമാക്കിയത്? അപ്പൊ അജയ് ഭായ് ഡയലോഗ് എന്താ പറയുന്നത്? जितना आपको मार रहे थे ना, उतना मुझे सहयोग मिल रहा था. എത്ര കൂടുതൽ പ്രാവശ്യം ഞാൻ നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത്, അത്ര കൂടുതൽ എനിക്ക് സഹയോഗം കിട്ടുവാണ്. ഇതാണ് ലാസ്റ്റ് ചെയ്ത ബ്രഹ്മഭാവ പുരുഷാർത്ഥം. നമ്മളും ചെയ്യുന്ന ഇതന്നെയാണ്. ഡ്രാമ, ഡി ഫോർ ഡ്രാമ. നമ്മൾ ആദ്യം ബാബന്റെ സംഗം യുഗത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞ രോഗിയായിരുന്നു. അപ്പൊ രോഗം ഉണ്ട് എന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യും. യെസ്, എനിക്ക് ഈ രോഗമുണ്ട്. ആ രോഗം ഉണ്ട്, പിന്നെ ആ രോഗത്തിന് കറക്റ്റ് ഡയഗ്നോസിസ് വേണം. പലതവണ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മുടെ ഡോക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഡോക്ടേഴ്സിന് ഏറ്റവും വലിയ ചലഞ്ച് ഇവർക്ക് എന്ത് രോഗമാണ്. ആ രോഗം കണ്ടുപിടിച്ചാൽ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഹീലിംഗ് പ്രോസസ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ്. നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. നമുക്ക് എന്ത് രോഗമാണ് ആദ്യം ഞാൻ ആത്മാവിലെ ഡോക്ടർ, ഞാൻ എന്നെ ഡയഗ്നോസ് ചെയ്യണം. ഞാനൊരു അദൃശ്യമായ ഒരു ചികിത്സകനാണ്. ഐ എം എൻ ഇൻവിസിബിൾ ഡോക്ടർ. ഈ സംഗം യുഗത്തിൽ വന്നിട്ടാണ് സ്വാമി ഭായിലെ ആത്മാവൊക്കെ മനസ്സിലായത് എനിക്ക് ഏറ്റവും വലിയ രോഗമായിരുന്നു ദേഹഭാൻ ആൻഡ് ദേഹ അഭിമാൻ. അതെങ്ങനെയാ മനസ്സിലാക്കുക? അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, ഫ്രണ്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര വർഷത്തിൽ ജ്ഞാനിലാണ്, ഞാൻ ഇതാണ്, എന്നെ നോക്കിയിട്ടില്ല, എന്നെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇതൊക്കെ സങ്കല്പം വരുമ്പം, ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്, മൈ കർത്താ ഹൂം മേരെ സിവാ നീ ഹോഗ. ഈ സങ്കല്പം വരുമ്പോ ആണ് ആ നിശ്ചയ ബുദ്ധി കുറയുന്നത്. ബ്രഹ്മബാബന്റെ സ്പെഷ്യാലിറ്റി ഇതായിരുന്നു. വിനമ്രത, നമ്രത, പൊലൈറ്റ്നെസ്, ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്. ആരൊക്കെ ബ്രഹ്മബാബന്റെ അടുത്ത് പോകുന്ന എല്ലാവരും ബ്രഹ്മബാബന്റെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യാണ്. ചെറിയ കുട്ടികളായാലും ശരി, സീനിയർ സിറ്റിസൺ ആയാലും ശരി, അമ്മമാരായാലും ശരി, കന്യകളായാലും ശരി, കുമാരായാലും ശരി. ദ പവർ ഓഫ് ഹംബിൾനെസ്, ദ പവർ ഓഫ് ഹ്യൂമിലിറ്റി. ശിവ് ബാബ ഈ ബ്രഹ്മബാബന്റെ രഥത്തിലാണ് വരുന്നത്. പക്ഷെ ബ്രഹ്മബാബന്റെ ആ ഒരു പേഴ്സണാലിറ്റി, എത്ര ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബ്രഹ്മബാബന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ അലിഞ്ഞു പോകും. ദാറ്റ് വാസ് ഹിസ് ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി. നമ്മൾ പുരുഷാർത്ഥം ചെയ്യേണ്ടത് ഇതന്നെയാണ്. നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം, എവിടെയാണ് അഹങ്കാരം വരുന്നത്. അത് രോഗമാണ്. ഈ രോഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എനിക്ക് എല്ലാം അറിയാം, ഞാൻ എന്തിനാ ക്ലാസ് കേൾക്കുന്നത്, മുരളിയിലെ ബാബ പറയുന്ന എല്ലാം എനിക്ക് അറിയാം. ഈ സങ്കല്പം വന്നാൽ എന്നെ മീൻസ് എൻ്റെ രോഗം ഞാൻ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. ബ്രഹ്മബ ലാസ്റ്റ് സമയം വരെ 18 ജനുവരി 1969 ബാബ മുരളി വായിച്ചിട്ട് ആണ് ബാബ ടാറ്റ ബൈ ബൈ ചെയ്തത്. അബ് ബച്ചോ സെ മൈ വിദായി ലേതാ ഹൂം. ലാസ്റ്റ് ദിവസം വരെ. ശാന്തി. ലാസ്റ്റ് 2 മിനിറ്റ്. ഇപ്പൊ ബാബ് സമാനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പുരുഷാർത്ഥം, പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളെല്ലാം എക്സാം പാസ്സാവണം. അപ്പൊ ഈ അഷ്ടശക്തികൾ, എ ആത്മ, ബി ഫോർ ബാബ, സി ഫോർ കണക്ഷൻ, ഡി ഫോർ ഡ്രാമ. ഏത് സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം വിഡ്രോ ചെയ്യുക. മാക്കോൺ, കറക്റ്റ്. നമ്പർ 2 സൂട്ട് കേസ്, मैं कैसी आत्मा हूं, പവിത്രത. മൂന്നാമത്തെ എന്താ ചെയ്യേണ്ടത്? मैं किसकी हूं, मेरे ബാബ. മനസ്സും ബുദ്ധിയായിട്ടും ബാബയായിട്ട് പോകണം. അപ്പൊ എത്ര ബാബേൻ്റെ അടുത്ത് ഓർക്കുന്നത് അത്ര സഹനശക്തി നമ്മുടെ കൂടും. നാലാമത്തെ മീരാ കോൺ ഹെ. അപ്പൊ നദി സാഗരത്തിലേക്ക് എങ്ങനെയാണ് സമാരഹ ഹെ. അപ്പം ബാബേന്റെ അച്ഛനാണ്, ശിക്ഷക്കാണ്, സദ്ഗുരുവാണ്. അപ്പൊ എ ഫോർ ആത്മ, ബി ഫോർ ബാബ. തേർഡ്
മനസ്സും ബുദ്ധിയും പറക്കണ നിർണയം മനസ്സും ബുദ്ധി ചെയ്യേണ്ടത്. അപ്പൊ മനസ്സ് വളരെ ലൈറ്റ്, മേരാ മൻ ബഹുത് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പറയണം. മേരാ ബുദ്ധി മൈറ്റ് ഹെ, ദിവ്യ ഹെ. കറക്റ്റ്. ഇനി ഏഴാമത്തെ എട്ടാമത്തെ എന്താണ്? ഏഴാമത്തേത് റൈറ്റ്, ഡ്രാമ, ഡി ഫോർ ഡ്രാമ. ഏഴാമത്തെ എട്ടാമത്തെ മുझे क्या करना है. 7th point, മുझे क्या करना है. എനിക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ബ്രഹ്മബാബ എന്താ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ചെയ്യണം. ആദ്യം നമ്മുടെ രോഗത്തിന് ഐഡന്റിഫൈ ചെയ്യണം, മെല്ലന കർമാതീത അവസ്ഥയിലേക്ക് പോകണം. കർമ്മം ചെയ്യണം, പക്ഷെ കർമ്മത്തിന്റെ പ്രഭാവം നമുക്ക് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് ഈസ് അശരീരി, വീണ്ടും ഡിറ്റാച്ച് ആയിക്കൊണ്ടിരിക്കണം. ഡിറ്റാച്ച് ആയിക്കൊണ്ട് അശരീരി. അതാണ് ബ്രഹ്മബാബ ചെയ്ത പ്രാക്ടീസ്. മുझे क्या करना है. लास्ट है ना, मेरे सब सब मैं सबका हूं, सब मेरे हैं. सहयोग शक्ति. ഞാൻ എല്ലാവരാണ്, മൊത്തം ലോകം എൻ്റെ ഫാമിലിയാണ്. मैं सबका हूं, सब मेरे हैं. അതെങ്ങനെയാ മനസ്സിലാക്കുക? എത്ര പേർക്ക് ബാപ്പ് സമാൻ ആവാൻ ആഗ്രഹമുണ്ട്? കൈ പൊക്കിയാട്ടെ. ആരും ഉറങ്ങിയിട്ടില്ലല്ലോ? വരെ നല്ല കുട്ടികളെ. അതെങ്ങനെയാ മനസ്സിലാക്കുമെന്ന് അറിയോ? ഇപ്പൊ 2 മണിക്ക് ഭക്ഷണമൊക്കെ കഴിക്കൂല എല്ലാവരും? ബ്രഹ്മഭോജനം കഴിച്ചിട്ട് പോണേ. ഇനി ഇവിടുന്ന് കാറിൽ ഇരുന്നിട്ട് പോകും. അപ്പൊ ഈ കാറിൽ ഇരുന്നിട്ട് പോകുമ്പോൾ പല ഹോർഡിങ്സ് കാണും, പല ആൾക്കാരുണ്ടാവും, പല ഡ്രസ്സ് ഉണ്ടാവും അവരുടെ. അവരെ കാണുമ്പം അവർ ഈ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഈ ധർമ്മമാണ്, ഇവര് അങ്ങനെയാണ്, ഈ സങ്കല്പം വന്നാൽ മീൻസ് ബിക്കോസ് ബ്രഹ്മബാബ ഈസ് പ്രജാ കെ പിത. എല്ലാ പ്രജകളുടെ അച്ഛനാണ് ബ്രഹ്മബാബ. എല്ലാ ആത്മകളുടെ അച്ഛനാണ് ശിവ് ബാബ. അപ്പൊ നമ്മൾ ആരാണ്? നമ്മളാണ് മാസ്റ്റർ ബ്രഹ്മ. ആരൊക്കെയാണ് മാസ്റ്റർ ബ്രഹ്മ? അവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. എന്ത് കൈപ്പൊക്കുന്നില്ലല്ലോ? നമ്മളെല്ലാരും മാസ്റ്റർ ബ്രഹ്മ. എന്ത് ന്യൂസ് കേട്ടാലും, ആരെ നമ്മുടെ ദൃഷ്ടി വന്നാലും, അവര് വേറെ ആണെന്ന് പറഞ്ഞ സങ്കല്പം വന്നാൽ നമ്മൾ പോയി. We are gone. वो ये धर्म के हैं, वो ये जाति के हैं, ये भाषा के हैं, ये कास्ट के हैं, ये जेंडर के हैं എന്ന് പറഞ്ഞാൽ ഇതുവരെ രോഗം നമ്മുടെ ശരിയായിട്ടില്ല. 10-20 വർഷമായിട്ട് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ രോഗം പോയിട്ടില്ല ഇതുവരെ. അറ്റ്ലീസ്റ്റ് 16th ജാനുവരി മുതൽ 18th ജാനുവരി വരെ 3 ദിവസം ഈ അഭ്യാസം ചെയ്യണം. പുറത്ത് കാണുന്ന എല്ലാ ദൃശ്യങ്ങളും കണ്ടിട്ടും നമ്മൾ ഡിസ്റ്റർബ് ആവാൻ പാടില്ല. ഈ ഒരു പുരുഷാർത്ഥം നമ്മൾ ഈ 2022 ചെയ്യണം. സ്വാമി ഭായിയും ചെയ്യും. ഞാനത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നല്ല, പക്ഷെ കുറച്ച് മനനം ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പോയിന്റ്സ് ആണ്. ഇതിൽ കുറച്ചുകൂടി നിങ്ങളെല്ലാ ബാബേന്റെ കുട്ടികളെ റിഫൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. उपराम से यही है बहन जी, जो लास्ट स्टेज है ना, किससे उपराम होना है? देह भान और देह अभिमान से उपराम സ്റ്റേജ്. അപ്പം ഈ കോൺഷ്യസ് ലെവലിൽ ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ തിളങ്ങുന്ന നക്ഷത്രം, പവിത്ര സ്വരൂപം, എൻ്റെ അച്ഛൻ ശിവ് ബാബ, മേര അലൗകിക് പിത ബ്രഹ്മബാബ. അപ്പൊ ഉപറാം, ഈ സിറ്റുവേഷൻ ഉപറാം. ഉപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ്. പിന്നെ എല്ലാ കർമ്മത്തിൽ കാണും. പിന്നെ അശരീരി, ഡിറ്റാച്ച്മെന്റ്. അപ്പൊ ഇത് നമ്മൾ യോഗത്തിൽ നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ ആ ഡിസ്റ്റർബൻസിനെ നമ്മൾ കുറക്കാൻ നോക്കണം. ഇത് പുരുഷാർത്ഥമാണ് ബ്രഹ്മബാബ ചെയ്യുന്നത്. ഇത് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ കുറച്ച് തീവ്രത കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സത്യുഗത്തിലേക്ക് വരാവുന്ന മുമ്പ് നമ്മൾ ബാബ് സമാനാണ്. എനിക്ക് എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. എനിക്ക് കിട്ടിയ ഈ ചാൻസിന് ഐ എം വെരി വെരി താങ്ക്ഫുൾ. പിന്നെ ഞാൻ എപ്പം 2 വർഷമായിട്ട് താങ്ക്സ് ടു കൊറോണ വൈറസ് ഞാൻ ചെയ്യുന്ന പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ജനുവരി മാസം ഞാൻ കുറച്ച് സൈലൻസിലായിരിക്കും. അപ്പം ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് മീനാക്ഷി ബെഞ്ചി എനിക്ക് റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ക്ലാസ് എടുത്തത് വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സൈലൻസിലായിരിക്കും. അപ്പം ആരെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിനർത്ഥം സ്വാമി ഇപ്പല്ലേ നല്ല അഹങ്കാരം നിരഹങ്കാരമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മൈൻഡേ ചെയ്യുന്നില്ല, ആ ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ 18 ജാനുവരി വരെ ഞാൻ കഴിഞ്ഞ വർഷം വെച്ചായിരുന്നു, ഈ വർഷം ഞാൻ ആ പുരുഷാർത്ഥം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ വളരെ കൂടുതൽ നേട്ടം കിട്ടിയിട്ടുണ്ട്. എനിക്കത് വളരെ വളരെ നല്ല ഫീലിംഗ് ആണ്. പിന്നെ ഞാൻ കുറേ എനിക്ക് ഫോൺ വരും. അപ്പം BKസിന് ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് എഴുതും, ഐ എം ഇൻ സൈലൻസ് ടിൽ 18 ജാനുവരി.
ഇഫ് യു ഹാവ് എനി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പ്ലീസ് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും അവർ റിപ്ലൈ ചെയ്യും. സ്വാമി ഭായ്, താങ്ക് യു ഫോർ യുവർ പുരുഷാർത്ഥ്. ഫോർ നെക്സ്റ്റ് 3-4 days ഐ വിൽ ഓൾസോ ബി ഇൻ സൈലൻസ്. അപ്പം 16, 17, 18 ഈ 3 ദിവസം പറ്റുന്നത്രേ, ബിക്കോസ് നിങ്ങളെല്ലാം ഗർഭസ്ഥമാണ്, ആസ് ഫാർ ആസ് പോസിബിൾ. പിന്നെ ചില പുറത്തൊക്കെ പോകുമ്പോൾ ആരെങ്കിലും പറയുമ്പോൾ അവർക്ക് അറിയാമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്താലും പിന്നെ അത് കൂടുതൽ സങ്കല്പം വരും. അപ്പം വളരെ സൈലൻ്റ്ലി പറയും. പക്ഷെ ബിക്കേസിനും എൻ്റെ ഫാമിലി എല്ലാവർക്കും അറിയാം ഞാൻ തീരെ മിണ്ടൂല. അപ്പം അവിടെ തീരെ മിണ്ടാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പം ഈ പ്രാവശ്യം കുറച്ച് ഗസ്റ്റ് വന്നായിരുന്നു. 6-ാം തീയതി മുതൽ ഇന്ന് വരെ ഞാൻ അത് മെയിൻറ്റെയിൻ കുറേയൊക്കെ, ഐ തിങ്ക് മോർ ദൻ 80% ഐ വാസ് ഏബിൾ ടു മെയിൻറ്റെയിൻ. അപ്പം ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ വന്നു. 18-ാം തീയതി മറ്റന്നാളാണ്. ആസ് ഫാർ ആസ് പോസിബിൾ. പിന്നെ വീട്ടിൽ പോയിട്ട് പറയണം ഞാൻ കുറച്ച് സൈലൻസിലാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മൗനത്തിലായിരിക്കും. അപ്പോൾ നോക്കുക, ഓട്ടോമാറ്റിക്കലി വീട്ടിൻ്റെ വൈബ്രേഷൻ വളരെ പീസ്ഫുൾ, ലവ്ഫുൾ, ജോയ്ഫുൾ, ബിക്കോസ് സൈലൻസ് की ശക്തി ഉतना സ്ട്രോങ് है. ഓക്കെ, നമ്മുടെ വീട്ടിലും നമ്മുടെ ഓരോ വീടും നമ്മുടെ ബാബേൻ്റെ ഒരു സെൻറ്ററായിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓം ശാന്തി. ഹലോ, നമ്മളിനി യോഗം ചെയ്യുന്ന സമയത്ത് ഇതേ പ്രാക്ടീസ് നമ്മളെല്ലാവരും ചെയ്യണം. ലാസ്റ്റ് അശരീരി അവസ്ഥ. कदम कदम पर मदद तुम्हारी ये एहसास दिलाती